പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന മീറ്റിംഗിൻ്റെ 4ാമത്തെ രാത്രി ദൈവോധനവുമായി നിങ്ങളുടെ മുമ്പ് നിൽപ്പാൻ കർത്താവ് നൽകിയ ശ്രേഷ്ഠമേറിയ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ സ്നേഹിതന്മാരായ പല ദൈവദാസന്മാർ ഇവിടെയുണ്ട്. എൻ്റെ സുഹൃത്തുക്കളായ പല സഹോദരങ്ങൾ ഇവിടെയുണ്ട്. അവൻ ഇവിടെ എൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ വാത്സല്യ ദൈവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ അടുത്തു മകലയുമായിരുന്നു ശ്രവിക്കുന്ന എവർക്കും ക്രിസ്തുവേശുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഒപ്പം ഈ ലൈവിൽ ബഹുദൂരങ്ങളിലിരുന്ന് ഈ വചനം ശ്രവിക്കുന്നവരെയും കർത്താവ് ആശീർവദിക്കട്ടെ, അവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവോധന ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 1 പത്രോസിന്റെ ലേഖനം 4ാമത്തെ അധ്യായം 17-18 വാക്യങ്ങൾ മൈക്കിലൂടെ ഒന്ന് വായിച്ച് സഹായിക്കണം. 1 പത്രോസ് ലേഖനം 4ാമത്തെ അധ്യായം 17-18 വാക്യങ്ങൾ. ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് കേൾക്കപ്പെട്ട തിരുവെഴുത്തിന്റെ മുമ്പിൽ ഹൃദയപുരസരം നമ്മെ തന്നെ സമർപ്പണം ചെയ്ത വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് കണ്ണുകളെ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, ആശീർവദിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളെ തരണം ചെയ്ത് അങ്ങയുടെ സന്നിധിയിൽ ഈ പന്തലിന്റെ ഉള്ളിലിരുന്ന് വചനം കേൾക്കുവാൻ ആകാംക്ഷയോടെ കടന്നു വന്ന അങ്ങയുടെ ജനത്തെ നോക്കണമേ. ശബ്ദപരിധിക്കുള്ളിൽ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് അടിയനെ ഭരമേൽപ്പിച്ച ദൈവിക സന്ദേശം ആത്മനിറവോടും ദൈവശക്തിയോടും കൂടെ ഇന്ന് രാത്രി വിളിച്ചറിയിപ്പാൻ ദൈവം കൃപ തരണമേ. അതിനാടി എൻ്റെ നാവിനെ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ പോലെയാക്കി ലാവണ്യ വാക്കുലടിൻ്റെ തരത്തിൽ തരണമേ. ഓരോ ഉള്ളങ്ങളോടും പരിശുദ്ധാത്മാവ് ഇടപെടും. ഇത് കേൾക്കുവാനുള്ള മനസ്സ് ജനത്തിന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക പദ്ധതികളെ ശാസിച്ച് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ഹൃദയങ്ങളിൽ എഴുതപ്പെടേണ്ടതിന് ലുദിയായുടെ ഹൃദയത്തെ അങ്ങ് തുറന്നതുപോലെ വചന കേൾവിക്കായി ചില ഹൃദയങ്ങൾ ഇന്ന് രാത്രി തുറക്കും. ദേശാധിപത്യ ശക്തികളെ അവിടെ നിന്ന് ശാസിച്ച് അങ്ങയുടെ നാമത്തെ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിലർ കൂടെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷപ്പെടുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു രാത്രിയാക്കി ദൈവം മാറ്റും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിന്റെ പ്രിയ പിതാവേ, ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ദിവസത്തിലായിരിക്കാം. ആമേൻ. മഴയുടെ ശക്തമായ ആ അന്തരീക്ഷമൊക്കെ ഒന്ന് മാറി. ഇനി അല്പം നമ്മൾ വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ അറിയാതെ കണ്ണുകൾ അടഞ്ഞു പോകാൻ വളരെ സാധ്യതയുള്ള സമയം. സാധാരണ ഉറങ്ങാൻ കിടക്കേണ്ട സമയത്ത് എത്തിക്കഴിഞ്ഞു. സ്തോത്രം. നമ്മളിവിടെ വചനം കേൾക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടെ ഞാൻ ചോദിച്ചുകൊണ്ട് ദൈവവചന കേൾവിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോസ്തലനായ പത്രോസ്ലീഹ എഴുതിയ അനുഗ്രഹീതമായ ലേഖനത്തിന്റെ 1ാം ലേഖനത്തിന്റെ 4ാമത്തെ അധ്യായം 17-18 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. പൊതുലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന 7 ലേഖനങ്ങൾ യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദ എന്നീ 7 ലേഖനങ്ങളാണ് പൊതുലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അതിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനും യേശു കർത്താവിന്റെ കൂടെ കാലത്തും ഉണ്ടായിരുന്ന കൂടെയിരുന്ന ഒരു അനുഗ്രഹീതനായ ദൈവഭൃത്യനായിരുന്നു കേഫാവ് അഥവാ അപ്പോസ്തലനായ പത്രോസ്ലീഹ. ആത്മനിയോഗത്താൽ കർത്താവിന്റെ സന്നിധിയിൽ എഴുതിയ ഈ ലേഖനത്തിന്റെ അന്തസത്ത വളരെ അനുഗ്രഹീതമാണ്. ഓരോ അധ്യായത്തിലും അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന അനുഭവങ്ങൾ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടം ജനത്തെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിനും അവരുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് അപ്പോസ്തലനായ പത്രോസ്ലീഹ ഈ 2 ലേഖനങ്ങൾ എഴുതിയത്. ലേഖന പശ്ചാത്തലത്തിലേക്ക് ചില കാര്യങ്ങൾ ഒന്ന് ഓടിച്ച് ചിന്തിച്ച വിഷയത്തിലേക്ക് വരാം. ഒന്ന് വായിച്ചാലും 1 പത്രോസ് ലേഖനം 1ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും മിഥുനയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. പ്രധാനപ്പെട്ട 4 കൂട്ടം കാര്യങ്ങൾ ആ 1ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ്ലീഹ രേഖപ്പെടുത്തുന്നു. 1, ചിതറിപ്പാർക്കുന്നവർ. 2, പരദേശികളായവർ. 3, പിതാവായ ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം ആത്മാവിന്റെ വിശുദ്ധീകരണത്തിനായി അനുസരണം കാണിപ്പാൻ വിളിക്കപ്പെട്ടവർ. 4,
യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട വൃതന്മാർ. 4 കൂട്ടം കാര്യങ്ങൾ 1-ാമത്തെ വാക്യത്തിൽ ആരംഭിക്കുമ്പോൾ ഒരു അഡ്രസ് അവിടെ നൽകിയാണ് ആർക്കാണ് ഞാൻ ഈ ലേഖനം എഴുതുന്നത്. 1-ാമത്തെ വാക്കിലാണ് ചിതറിപ്പാർക്കുന്നവർ. എവിടെയാണ് ചിതറി എന്നൊരു പദം അവിടെ അപ്പോസ്തലനായ പത്രോസിലേക്ക് ചേർക്കാൻ ഇടയായത്? അതിന്റെ കാരണം എന്താ? ആ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ചെല്ലുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടി വരും. 1-ാമത്തെ അധ്യായം നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവിടുത്തെ മഹിമയേറിയ പ്രത്യക്ഷതകൾ 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവരോടൊപ്പം കർത്താവായിരുന്നു. അവരോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ കർത്താവ് അവർക്ക് പ്രത്യക്ഷനാകുകയും യേശു കർത്താവുമായി ശിഷ്യന്മാർ സംസാരിക്കുകയും ചെയ്തു. അന്ന് ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ കാലത്തിലോ അവൻ ഇസ്രായേലിന് ഒരു രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത്? യഹൂദ ജനത മുഴുവൻ ആഗ്രഹിച്ചിരുന്നതും പ്രതീക്ഷിച്ചിരുന്നതും പ്രത്യാശിച്ചിരുന്നതുമായ ഒരു ചോദ്യമാണിത്. ഈ കാലത്താണോ ഒരു രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത്? കാരണം ഇസ്രായേലിന്റെ വലിയ പ്രത്യാശ അതായിരുന്നു. അവരെ മാറി മാറി ഭരിച്ചു വന്ന സകല രാജകീയ ശക്തികളെ നീക്കിക്കളഞ്ഞിട്ട്, അവരെ ഉപദ്രവിച്ച സകല രാജകീയ മേൽക്കോയ്മകളെ നീക്കിക്കളഞ്ഞിട്ട് ഒരു രാജാവ് നീതിയോടെ വാഴുമെന്ന പ്രവചന സൂക്തം നിവർത്തിക്കുന്നത് ഈ കാലത്താണോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഞങ്ങൾക്കെന്നാണ് ഒരു രാജ്യം അങ്ങ് സ്ഥാപിച്ചു തരിക? അതായിരുന്നു അവരുടെ പ്രത്യാശ, അതായിരുന്നു അവരുടെ പ്രതീക്ഷ. യേശു കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, പിതാവ് തന്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ടതല്ല. അവരെന്ന് പറഞ്ഞ് അവരുമായി ഒരുമിച്ച് ഒലിവുമലയിലേക്ക് കടന്നു പോകുന്നു. അവിടെ വെച്ച് അവരെ ആശീർവദിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 1:8 അവരോട് പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം എന്നവർക്ക് കൽപ്പന നൽകിയ ശേഷം ശിഷ്യന്മാരുമായി യെരൂശലേമിൽ ഒരു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒലിവുമലയിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ വെച്ച് കർത്താവ് സ്വർഗാരോപണം ചെയ്യും. അവർ നോക്കി നിൽക്കവേ മേഘങ്ങൾ വന്ന് മൂടി യേശു കർത്താവ് ഉയരങ്ങളിലേക്ക് അവിടുന്ന് കടന്നുപോയി. പ്രതീക്ഷകളെല്ലാം തകർന്നവരായി ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ദൂതസന്ദേശത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്തവനായ യേശു പോയതുപോലെ മടങ്ങി വരും. ഹല്ലേലൂയ. ഈ സുവിശേഷ പ്രഭാഷണത്തിന്റെ ഈ കൺവെൻഷനുകളുടെ പ്രധാന വിഷയം തന്നെ അതാണ്. എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവാണ്, അതിനുവേണ്ടി ഒരുങ്ങണം എന്നതാണ് ഞങ്ങളുടെ ആപ്തവാക്യവും. 1-ാമത്തെ അധ്യായത്തിൽ വീണ്ടും കാണുന്നത് യൂദാപ്പോസ്തലൻ ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കണം. അതിനുവേണ്ടി മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ 1-ാം അധ്യായം പര്യവസാനിക്കുമ്പോൾ 2-ാമത്തെ അധ്യായം തുടങ്ങുന്നത് പെന്തക്കോസ്ത് നാൾ എന്ന ഉത്സവം വന്നു. അന്ന് അപ്പോസ്തലന്മാരും 120 പേരടങ്ങുന്ന വലിയൊരു സദസ്സ് ഒരുമിച്ച് അവർ യെരൂശലേമിൽ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം, മർക്കോസിന്റെ മാളികമുറി എന്നറിയപ്പെടുന്ന ആ സ്ഥലത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു മുഴക്കം ആകാശത്തുണ്ടായി. അത് വീട് മുഴുവൻ നിറച്ചു. പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ പോലെ അവരുടെ മേൽ പതിഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് യെരൂശലേം ദേവാലയത്തിൽ കൂടി വന്ന പെന്തക്കോസ്ത് പെരുന്നാളിൽ പങ്കെടുക്കാൻ വന്ന ആയിരക്കണക്കിന് ജനസമൂഹം ബഹളം കെട്ട ദിക്കിലേക്ക് ഓടിക്കൂടി. അവിടെ വരുമ്പോൾ കണ്ടത് 15ലധികം ഭാഷകൾ സംസാരിക്കുന്ന ജനതയോട് സംസാരിക്കുന്ന അപ്പോസ്തലന്മാരുടെ വാക്കുകൾ. 120 പേർ ഒരുമിച്ച് ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ തമ്മിൽ 2 കാര്യങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞു. ഒന്ന്, പുതുവീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിട്ട് ഇവരെന്തോ വിളിച്ചു പറയും. മറ്റു ചിലർ പറഞ്ഞതല്ല, അത്യുന്നതനായ ദൈവത്തിൽ അവർ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുകയാണ്. 2 അഭിപ്രായങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായപ്പോൾ അപ്പോസ്തലനായ പത്രോസിലേക്ക് ആത്മനിറവോടെ എഴുന്നേറ്റ് എന്ന് വിളിച്ചു പറഞ്ഞ വാക്ക്, അവൻ യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തെ ആസ്പദമാക്കി അദ്ദേഹം പ്രഭാഷണം ആരംഭിച്ചു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ ദർശനങ്ങളെ ദർശിക്കും എന്ന പ്രവചന വാക്യത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തിയിട്ട് പറയുകയാണ്, അതാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അന്ത്യകാലത്തിന്റെ തുടക്കം എന്ന് അന്ത്യകാലത്തിന്റെ പ്രഭാഷണം ആരംഭിച്ചത് 2025 പിന്നെയോ ഏകദേശം AD 30 മുതൽ പ്രഭാഷണം തുടങ്ങിയതാണ് അന്ത്യകാലത്തിന്റെ പ്രഭാഷണം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസ് തുടങ്ങി വെച്ച പ്രഭാഷണം അവിടെ ആരംഭിക്കുക 2-ാമത്തെ അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ ആരംഭിക്കുകയാണ്. അന്ത്യകാലത്ത് നടക്കുന്ന ഒരു അടയാളമാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തടയാളം? സകല ജനത്തിന്മേലും പരിശുദ്ധാത്മാവിനെ പകരുന്ന, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്ന, തന്നിൽ പ്രത്യാശിക്കുന്ന ദൈവത്തിന്റെ മക്കൾ അന്യഭാഷകളെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അതിന്റെ ആരംഭം കുറിച്ച അന്ത്യകാലത്തിന്റെ പ്രാരംഭ ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം. ഞാൻ പറയാം, ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നത് അന്ത്യകാലം എന്ന പ്രഭാഷണം തന്നെയാണ്.
ആമേൻ, അന്ത്യകാലത്ത് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ ലേഖനം എഴുതുമ്പോഴും വ്യക്തമാക്കുന്നുണ്ട്. 1 തീമോഥെയോസ് 3-ാമത്തെ അധ്യായത്തിൽ അവിടെ വ്യക്തമാക്കുന്നുണ്ട് അന്ത്യകാലത്തിന്റെ പ്രത്യേകത എന്ത്. ആമേൻ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, അവൻ നിഷ്ഠൂരന്മാർ, കുലപാതകന്മാർ, വാവിഷ്ഠാനക്കാർ, വ്യഭിചാരം ചെയ്യുന്നവർ, പൊതുദോഷം സങ്കല്പിക്കുന്നവർ, ഇങ്ങനെ തുടങ്ങി ദോഷത്തിന്മേൽ ദോഷം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് അതിന്റെ ആരംഭ കാലഘട്ടത്തിലെ പ്രഭാഷണം ആരംഭിക്കുന്നത് ഏകദേശം AD 33 കാലഘട്ടങ്ങളിലാണ്. ആമേൻ, 2-ാമത്തെ അധ്യായം അവിടെ പര്യവസാനിക്കുന്നതിന് മുമ്പ് 37 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അപ്പോസ്തലനായ പത്രോസ് ആത്മപൂർണനായി പ്രസംഗിച്ച പ്രഭാഷണത്തിനകത്ത് ആമേൻ, അദ്ദേഹം ഇസ്രായേൽ ചരിത്രം മുഴുവൻ വിവക്ഷിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ പിതാവായ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവിടുത്തെ നാമത്തിലാണ് ഈ അത്ഭുതങ്ങൾ നിങ്ങൾ ഈ കാണുന്നത്. ഇത് കേട്ട് ഉള്ളിൽ കുത്തുകൊണ്ടവരായി ജനം വിളിച്ചു ചോദിച്ച ചോദ്യം ഇതാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോസ്തലനായ പത്രോസ് പ്രഖ്യാപിച്ച അടിസ്ഥാന ഉപദേശമെന്ന് നമ്മൾ പ്രസ്താവിക്കുന്ന 7 കാര്യങ്ങൾ: 1, നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ; 2, പാപങ്ങളുടെ മോചനത്തിനായി സ്നാനപ്പെടുവീൻ; 3, പരിശുദ്ധാത്മ സ്നാനം പ്രാപിപ്പീൻ; 4, അപ്പോസ്തലിക ഉപദേശം കൈക്കൊള്ളുവീൻ; 5, വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് വേർപെട്ട് ജീവിപ്പീൻ; 6, അപ്പം നുറുക്കും കൂട്ടായ്മയെ ആചരിപ്പീൻ; 7, പ്രാർത്ഥന കഴിപ്പീൻ എന്ന അടിസ്ഥാന വേദ ഉപദേശം അവരെ പഠിപ്പിച്ചു. അന്നാളിൽ വചനം കേട്ടവർ, മനസ്താപമുണ്ടായി രക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം 3000 പേരാണ്. ഹല്ലേലൂയ! ആരുടെയും കണ്ണു തുറന്നിട്ടല്ല, കാലിന്റെ വലിപ്പം കൂടിയിട്ടല്ല, മുഴമാറിയിട്ടല്ല, മറ്റേതെങ്കിലും ആർഭാടങ്ങൾ നടത്തിയിട്ടല്ല. ദൈവത്തിന്റെ വചനം ഹൃദയാന്തർഭാഗത്തിൽ ചെന്നിട്ട് മനസ്താപമുണ്ടായി അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവസഭയാം ശരീരത്തോട് ചേർന്നവരുടെ എണ്ണം 3000 ആണ്. 3-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ്ലീഹായും യോഹന്നാനും കൂടെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലേക്ക് ചെല്ലുമ്പോൾ, പ്രാർത്ഥനയ്ക്കായി കയറി ചെല്ലുമ്പോൾ, ഒരു മുടന്തനായ മനുഷ്യൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോസ്തലന്മാർ അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, വെള്ളിയും പൊന്നും തരാൻ ഞങ്ങളുടെ പക്കലില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞ് അവന്റെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയും കൊണ്ട് അവരോടൊപ്പം ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഹല്ലേലൂയ! അവിടെ വായിക്കുന്ന ഭാഗം ഇതാണ്, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അടുത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആശ്വാസമില്ലാതെ വരുന്നവർക്ക് കൊടുപ്പാൻ നമ്മുടെ പക്കൽ എന്താണുള്ളത്? വേദപുസ്തക ചരിത്രം പരിശോധിച്ചാൽ പലർക്കും മറ്റുള്ളവർക്ക് പലതും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പലർക്കും അതുകൊണ്ട് ആശ്വാസം ഉണ്ടായിട്ടില്ല. ദൈവപുരുഷനായ മോശയുടെ കാലഘട്ടത്തിൽ ആമേൻ ഉറ്റുനോക്കുവാൻ കനാൻ നാട്ടിലേക്ക് അയച്ച 12 പേരിൽ 10 പേരും അടങ്ങി വന്ന് ജനത്തിന് കൊടുത്തത് ആമേൻ കൈപ്പേറിയ അനുഭവങ്ങൾ. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ ആ ദേശത്ത് പോയിരുന്നു, അനാക്കിന്റെ പുത്രന്മാരെ കണ്ടു, അനാക്കിന്റെ മല്ലന്മാരെ കണ്ടു, ആ ദേശം നമുക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് അവിശ്വാസത്തിന്റെ വാക്കുകൾ പ്രകടിപ്പിച്ചപ്പോൾ അന്ന് രാത്രി മുഴുവൻ ജനം കരഞ്ഞു. എന്നിട്ടവർ പറഞ്ഞത് ഇങ്ങനെയാണ്, നമുക്കിനി മുന്നോട്ട് പോകണ്ട, പുറകോട്ട് പോകാം, അതിനായി ഒരു നേതാവിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. മോശ പറഞ്ഞെന്ന പോലെ നമുക്ക് ഒരിക്കലും കനാൻ നാട് കിട്ടത്തില്ല, തിരിച്ചു പോകാമെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പറയട്ടെ, അതിൽ 2 പേരെന്താ ചെയ്തത്? അവർ 2 പേരും യോശുവായും കാലേബും വിളിച്ചു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തും, ആ ദേശം നമ്മൾ അവകാശമാക്കും. നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുന്നവരാകരുത്. 12 പേർ ഒരുമിച്ച് യാത്ര ചെയ്തവരിൽ 2 പേർ കൊടുത്തത് സന്തോഷത്തിന്റെ പ്രത്യാശയുടെ വാർത്തയെങ്കിൽ മറ്റു 10 പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞത് അവിശ്വാസത്തിന്റെയും പിന്മാറ്റത്തിലേക്ക് ജനത്തെ കൊണ്ടുപോകുന്ന വാക്കുകളാണ്. ഈ കൺവെൻഷൻ 4-ാമത്തെ രാത്രി ഞാൻ ചോദിക്കുന്നു, അപ്പോസ്തലനായ പത്രോസ്ലീഹായും യോഹന്നാനും പറഞ്ഞ വാക്കുകൾ ഇതാണ്, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. അവൻ നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ദേവാലയത്തിന്റെ അകത്ത് പ്രവേശിച്ചു. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവർക്ക് കൈമാറാൻ നമ്മുടെ അകത്ത് എന്തോന്നുണ്ട്. ഹല്ലേലൂയ! സ്തോത്രം! ആമേൻ! ദൈവകൃപയിൽ ആശ്രയിക്കുന്ന വാത്സല്യ സുഹൃത്തുക്കളെ, വാത്സല്യ സഹോദരങ്ങളെ, നമുക്ക് എന്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമോ അതിൽ നിന്നായിരിക്കും ആമേൻ എന്തെങ്കിലും മാറ്റങ്ങൾ അടുത്ത വ്യക്തിക്ക് സംഭവിക്കുന്നത്. വിശുദ്ധ മറിയം ആത്മശക്തിയോടെ മലനാട്ടിൽ അവരുടെ ചാർച്ചക്കാരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു വന്ദനസ്വരം പറഞ്ഞതേ ഉള്ളൂ. ആമേൻ! അവിടെ ആമേൻ വാർദ്ധക്യ ദിശയിലെത്തിയ ദൈവത്തിന്റെ ഭക്തയുടെ ഉദരത്തിൽ ഒരു ചലനം തുടങ്ങാനിടയായി. കാരണമെന്ത്? തന്റെ ഉള്ളിലുള്ളത് അവരിലേക്ക് വ്യാപരിച്ചപ്പോൾ ഒരു ചലനാത്മകമായ പ്രവൃത്തി അവരുടെ ജീവിതത്തിലുണ്ടായി. ദൈവത്തിന്റെ ഭക്തന്മാരുടെ ചരിത്രം അനവധി ഇങ്ങനെ വിവരിക്കാനുണ്ട്. ദൈവത്തിന്റെ അഭിഷിക്തനായ ദാവീദ് എന്ന ദൈവപുരുഷന്റെ മകൻ അബ്സലോം രാജാവ്
ദൈവകൃപ വിട്ട് പിന്മാറിയ കാലഘട്ടം, ദൈവസന്നിധിയിൽ അദ്ദേഹം അകന്നിട്ട് വരുന്നവരെയും പോരെ പോകുന്നവരെയും പിടിച്ചു നിർത്തി അവർക്ക് ചുംബനം കൊടുത്ത് വശത്താക്കി എന്നെ ഒരു അധികാരത്തിൽ നിർത്തിയിരുന്നുവെങ്കിൽ ഈ രാജ്യത്തിലെ സകല കാര്യങ്ങൾ ഞാൻ ക്രമീകരിക്കുമായിരുന്നു. എന്റെ അപ്പൻ അതിനൊന്നും സമയമില്ലെന്ന് പറഞ്ഞ് ഒരു രാജകുമാരന്റെ ചുംബനം ഏറ്റുവാങ്ങിയ ജനത തന്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ ഒരു കൂട്ടം ജനത തന്നോടൊപ്പം ചേർന്ന് നിന്നു. എന്നാൽ തിരുവെടുത്ത് നമ്മൾ കാണുന്നു, താൻ ജനത്തിന് കൊടുത്തത് കയ്പിന്റെ അനുഭവങ്ങളായിരുന്നു. ഫലമോ ഒടുവിൽ അദ്ദേഹം കരിവേലകത്ത് തൂങ്ങിക്കിടന്നു. ദാവീദിന്റെ സൈന്യം അദ്ദേഹത്തെ അടിച്ചുകൊല്ലാനിടയായി. ഈ കൺവെൻഷന്റെ 4ാമത്തെ ദിനത്തിൽ വന്ന് വാത്സല്യ സഹോദരങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ വേദന അനുഭവിക്കുന്ന നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്കുവാൻ, സാമ്യം നിങ്ങളുടെ തലമുറകൾക്ക് കൊടുപ്പാൻ, ആശ്വാസം ഒരു വാക്ക് കൊടുപ്പാൻ നിങ്ങളുടെ പക്കൽ എന്താണുള്ളത്? വാത്സല്യ സുഹൃത്തുക്കളെ, സമാധാനത്തിന്റെ ഇടയിൽ കൂട്ടായ്മ ആദരിക്കുന്നവരുടെ ഇടയിൽ വേദന അനുഭവിക്കുന്നവന് കൈമാറാൻ നമ്മുടെ പക്കൽ എന്തുണ്ട്? മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി ഉൽപ്പന്നങ്ങൾക്കും അടിമകളായി അങ്ങോളം ഇങ്ങോളം നടക്കുന്ന യുവതിയുവാക്കൾക്ക് കൈമാറിക്കൊടുക്കുവാൻ നമ്മുടെ പക്കൽ എന്താണുള്ളത്? ഇന്നു രാത്രി ഞാൻ പറയുന്നു, നമ്മുടെ അകത്ത് എന്തുണ്ടോ അതേ നമുക്ക് മറ്റുള്ളവർക്ക് കൈമാറാനായി കഴിയൂ. നമ്മുടെ അകത്തില്ലാത്തത് ആർക്കും കൈമാറുവാനായി കഴിയുകയില്ല. അപ്പോസ്തലന്മാരുടെ ഉള്ളിൽ വ്യാപരിച്ച ദൈവശക്തിയുടെ അളവറ്റ സാന്നിധ്യം, ആമേൻ, പക്ഷപാത രോഗം ബാധിച്ച് ഏറിയ നാളുകൾക്കുണ്ട് ഒരു ഭിക്ഷപാത്രവും പിടിച്ച് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ മുമ്പിലിരുന്ന് ഭിക്ഷാടനം നടത്തിയവന്റെ മേൽ തന്റെ ഭക്തന്മാരിൽ വ്യാപരിച്ച ദൈവശക്തി അവരിലേക്ക് പകർന്നു കൊടുത്തതും അവൻ ഇരിപ്പിടത്തുനിന്ന് ചാടി എഴുന്നേറ്റു. അവനോട് പറഞ്ഞില്ല പള്ളിയിൽ വരാൻ, അവനോട് പറഞ്ഞില്ല തുള്ളിച്ചാടാൻ, അവനോട് പറഞ്ഞില്ല ദൈവത്തെ മഹത്വപ്പെടുത്താൻ, എഴുന്നേറ്റ് നടക്കാനേ പറഞ്ഞുള്ളൂ. എന്നാൽ അവൻ ചെയ്തതെന്ത്? തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയും കൊണ്ട് ദേവാലയത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നത്, ചരിത്രപരമായ സംഭവങ്ങൾ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ സാന്നിധ്യം ഇന്നു രാത്രി ഈ ദേശത്തിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ ചില കുടുംബങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ, ആമേ, സമാധാനമില്ലാത്തവർ സമാധാനം അനുഭവിപ്പാൻ, സ്വസ്ഥതയില്ലാത്ത ഭവനങ്ങൾക്കകത്ത് സ്വസ്ഥതയുണ്ടാകാൻ, മക്കളെ ഓർത്ത് വ്യാകുലം അനുഭവിക്കുന്നവരുടെ ജീവിതത്തിൽ വ്യാകുലത മാറാൻ ഇന്നു രാത്രി ഇടയായി തീർന്നാൽ ഈ കൺവെൻഷൻ വിജയകരമായി മാറി. ഹല്ലേലൂയ. 3ാമത്തെ അധ്യായം എന്ന് പഠിപ്പിക്കുമ്പോൾ 4ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന സംഭവ ചരിത്രങ്ങൾ ഇതാണ്. മുടന്തനായവൻ സൗഖ്യമായത് കൊണ്ട് അവർ വിസ്താര സദസ്സിന് മുമ്പ് നിൽക്കേണ്ടി വന്നു. അപ്പോസ്തലന്മാർ വിസ്തരിക്കപ്പെട്ടു. അവർ പറഞ്ഞ വാക്കിതാണ്, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് വിഹിതമല്ല. ഞങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും ഇരിക്കുന്നത് ഞങ്ങൾക്ക് മൗനമായി ഒതുക്കി വെക്കാൻ കഴിയുകയില്ല. ഞങ്ങളത് ഇനിയും പ്രസ്താവിക്കും. സ്തോത്രം. തീർന്നില്ല. അവർ മടങ്ങി വന്നു. കൂടെയുള്ളവരെ ഒരുമിച്ചിരുത്തി ഏകമനോഭാവത്തോടെ, ഏകചിന്തയോടെ, ഐക്യതയോടെ ഒരുമിച്ച് നിന്ന്, അതിനകത്ത് ഗ്രൂപ്പീസമില്ല, കമ്മിറ്റിയില്ല, അതിനകത്ത് കയ്യാങ്കളിയില്ല, വലിപ്പഭാവമില്ല, ചെറുപ്പഭാവമില്ല. തമ്മിൽ അവർ ഒരുമിച്ച് കൈകോർത്തിട്ട് 2ാം സങ്കീർത്തനം ഉദ്ധരിച്ച് പ്രാർത്ഥന ആരംഭിച്ചു. അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ആത്മനിറവിൽ അവർ വചനം പ്രസംഗിച്ചു. ദൈവവചനത്തെ ഒതുക്കുവാൻ അന്നത്തെ അധികാരികൾക്ക് കഴിഞ്ഞില്ല, അധികാരസ്ഥന്മാർക്ക് കഴിഞ്ഞില്ല. കാരണം കൂടി വന്ന ജനത ചുരുക്കമെങ്കിലും പ്രാപിച്ച ദൈവകൃപ അവരുടെ അകത്ത് വ്യാപരിച്ചപ്പോൾ അവർ ഒരുമിച്ച് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാനിടയായി. 5ാമത്തെ അധ്യായത്തിലെ ചരിത്രം ഇതാണ്. 2 ദമ്പതികൾ, അനനിയ സഫീറ ദമ്പതികൾ, ദൈവസന്നിധിയിൽ കാപട്യത കാണിച്ച് വിറ്റതിന്റെ നല്ലൊരു മുതൽ മാറ്റിവെച്ച് അല്പം കൊണ്ട് അപ്പോസ്തലനായ പത്രോസ്ലീഹായുടെ അടുക്കൽ വരുന്നതും 2 പേരുടെയും മരണം അവിടെ ഉറപ്പാക്കുന്നതുമാണ് 5ാമത്തെ അധ്യായത്തിലെ തുടക്കം. വീണ്ടും അപ്പോസ്തലനായ പത്രോസ്ലീഹ കടന്നു പോകുമ്പോൾ നിഴല് തെറ്റി അനേകർ സൗഖ്യം പ്രാപിക്കുന്നു. അപ്പോസ്തലന്മാരെ പൊതുതടവിലാക്കി. അവരതിനകത്ത് ഒതുങ്ങിയില്ല. ദൂതൻ അവിടെ ഇറങ്ങി കാരാഗൃഹം തുറന്നവരെ പുറത്തു കൊണ്ടുവന്ന് നിങ്ങൾ രക്ഷയുടെ സന്ദേശം പ്രസംഗിക്കാനായി പറഞ്ഞവരെ യാത്രയാക്കുന്നതാണ് 5ാമത്തെ അധ്യായത്തിലെ വിഷയം. 6ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്നത് ദൈവസഭയ്ക്കകത്ത് ചെറിയ പ്രശ്നങ്ങളുടെ ആരംഭം. ആകാര സംബന്ധമായ വിഷയത്തിൽ ഗ്രേക്ക്, അമേൻ, അഥവാ ജാതിയരെന്ന് വിശ്വാസത്തിൽ വന്നവർക്ക് ഭക്ഷണം കുറച്ച് കിട്ടുന്നുവെന്നും യഹൂദർക്ക് ഭക്ഷണം കൂടുതൽ കിട്ടുന്നു എന്നുള്ള ഭക്ഷണ വിഷയത്തിനുണ്ടായ സംസാരം. അപ്പോസ്തലന്മാർ അവിടെയും അതിന് ഉപാധി കണ്ടെത്തി. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ വചന ശുശ്രൂഷയും പ്രാർത്ഥനയും വിട്ട് നിങ്ങളുടെ ഇടയിൽ വന്ന് മേശയിൽ ഞങ്ങൾ വിളമ്പാൻ വരില്ല. ഞങ്ങൾ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. അടുത്തവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ആ കാര്യാദികൾ ക്രമീകരിപ്പാൻ നിങ്ങളുടെ ഇടയിൽ ആത്മനിറവും നല്ല സാക്ഷ്യവും വചനപരിജ്ഞാനവുമുള്ള വചനപരിജ്ഞാനവും പരിശുദ്ധാത്മ നിറവും നല്ല സാക്ഷ്യവുമുള്ള 7 പേരെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുപ്പീൻ. അവരെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവീൻ. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ അവർ 7 പേരെ തിരഞ്ഞെടുത്തു. ഇവിടെ ഭക്ഷണം വിളമ്പാൻ, അടുക്കളയിൽ ആഹാരം പാചകം ചെയ്യാൻ ആത്മനിറവുള്ളവരെ, സ്തോത്രം, വചന പരിജ്ഞാനമുള്ളവരെ, നല്ല സാക്ഷ്യമുള്ളവരെ തിരഞ്ഞെടുത്തതിന്റെ കാരണം ഇനി സഭയ്ക്കകത്തൊരു ശബ്ദം ദോഷമായി ഉയരാതിരിപ്പാൻ. സ്തോത്രം.
അവിടെ ഇലക്ഷൻ അല്ല, അവിടെ സെലക്ഷൻ ആയിരുന്നു. സ്തോത്രം. സഭകളിലും സംഘടനകളിലും അരങ്ങേറുന്ന ഇലക്ഷൻ ദൈവസഭയെ അങ്ങേയറ്റം മുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദിമ സഭയിൽ ഇലക്ഷൻ അല്ലായിരുന്നു, അവിടെ സെലക്ഷൻ ആയിരുന്നു. എന്താണ് സെലക്ഷന്റെ പ്രാധാന്യത? ഒന്ന്, അവരുടെ ക്വാളിറ്റി ആത്മനിറവുള്ളവരായിരിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുന്ന, പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിന് ഒതുങ്ങി നിൽക്കുന്ന ഒരു കൂട്ടം വ്യക്തികളായിരിക്കണം ഒരു നേതൃത്വ സ്ഥാനത്ത് വരാൻ. രണ്ടവരാരായിരിക്കണം? വചനപരിജ്ഞാനമുള്ളവരായിരിക്കണം, ദൈവിക അറിവുള്ളവരായിരിക്കണം, വചനത്തിന് ആഴമേറിയ ജ്ഞാനമുള്ളവരായിരിക്കണം. മൂന്ന്, ഇത് മാത്രം പോരാ, സഹോദരങ്ങളുടെ ഇടയിൽ, ജനത്തിന്റെ ഇടയിൽ നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം അധികാരത്തിൽ വരേണ്ടിയത്. അങ്ങനെ 7 പേരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. ഞങ്ങളുടെ ജോലി വചന ശുശ്രൂഷ, പ്രാർത്ഥന, വചന ശുശ്രൂഷ, പ്രാർത്ഥന. മേശമേൽ ഞങ്ങൾ വിളമ്പാൻ വരില്ല, മേശമേലുള്ള പ്രശ്നം തീർക്കാൻ ഞങ്ങൾ വരില്ല. അവിടെ 7 പേരെ ആക്കി വെച്ചു. ആമേൻ. അവരിൽ ഒരാളാണ് സ്തേഫാനോസ്. ഹല്ലേലൂയ. 7-ാമത്തെ അധ്യായം തുടങ്ങുന്നത് സ്തേഫാനോസ് ആത്മപൂർണനായി അടുക്കളയ്ക്കകത്ത് അദ്ദേഹം ഒതുങ്ങിയില്ല. അദ്ദേഹം പുറത്തിറങ്ങി പ്രഭാഷണം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗം ഏതെങ്കിലും കേട്ടുകേൾവികളല്ല, അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഏതെങ്കിലും നിർമ്മിത കഥകളല്ല. കാരണം തെരഞ്ഞെടുത്ത വ്യക്തി, അടുക്കളയിലെ ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്ത വ്യക്തി സാധാരണക്കാരനല്ല. 3 ക്വാളിറ്റിയുള്ളയാള്: ആത്മനിറവ്, വചനപരിജ്ഞാനം, നല്ല സാക്ഷ്യമുള്ള മനുഷ്യൻ. അദ്ദേഹം പുറത്തിറങ്ങി വചന പ്രഭാഷണം ആരംഭിച്ചു. ഒറ്റ പ്രസംഗമേ അദ്ദേഹം പ്രസംഗിച്ചുള്ളൂ. ആമേൻ. അന്ന് അദ്ദേഹം രക്തസാക്ഷിയായി മാറി. സ്തോത്രം. ആമേൻ. 8-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ഭക്തിയുള്ള പുരുഷന്മാർ അദ്ദേഹത്തിന്റെ അടക്ക ശുശ്രൂഷ നിർവഹിച്ചു. അടുത്ത വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അന്ന് ദൈവത്തിന്റെ സഭ ചിതറി. ഹല്ലേലൂയ. യെരുശലേമിൽ മാത്രം ഒതുങ്ങി നിന്ന ദൈവത്തിന്റെ ജനത വിവിധ ദിക്കുകളിലേക്ക്, ആസിയയിലേക്ക്, മിഥുന്യയിലേക്ക്, മെസൊപ്പൊത്താമിയയിലേക്ക്, വിവിധ ഇടങ്ങളിലേക്ക് അവർ ചിതറിപ്പോയി. അവർ കഷ്ടത എന്ന കാഠിന്യമേറിയ ചൂളകളിലൂടെയാണ് അതുമുതൽ ദൈവസഭ കടന്നു പോകാനിടയായത്. എന്താണ് ആദിമ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കുണ്ടായ കഷ്ടത? ആ കഷ്ടതയ്ക്ക് കാരണമെന്ത്? 1-2 കാരണങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഒന്നാമത്തെ കാരണം, അന്ന് ഭരിച്ചിരുന്നത് റോമൻ ഭരണകൂടമാണ്. റോമൻ ഭരണകൂടത്തിന് അങ്ങേറ്റം ഇഷ്ടമില്ലാതിരുന്ന ഒരു സമൂഹമായിരുന്നു എബ്രായർ അഥവാ യഹൂദ ജനത. കാരണമെന്ത്? അവർക്കൊരു പ്രമാണമുണ്ട്. ആ പ്രമാണം ഗവൺമെന്റിന്റെ പ്രമാണവുമായി, നിയമങ്ങളുമായി ചേർന്നു പോകാത്തതായതുകൊണ്ട് അവർക്ക് ഇവരോട് വിദ്വേഷമുണ്ടായി. എന്താണ് റോമൻ ഗവൺമെന്റിന്റെ പ്രമാണം? എന്താണ് യഹൂദന്റെ പ്രമാണം? റോമൻ ഗവർണർമാർ ഭരണം കഴിഞ്ഞ് നാട് നീങ്ങിയ അനേക രാജാക്കന്മാരുടെ ശില്പങ്ങൾ ഉണ്ടാക്കി തെരുവുകളിലെല്ലാം നാട്ടി അവരുടെ പേരിൽ ഉത്സവങ്ങൾ അവർ നടത്താനായി തുടങ്ങി. ജന്മനാടുകൾ ഉത്സവങ്ങളായി മാറി. പിന്നെ അവർ ആരാധന പുരുഷന്മാരായി മാറി. മരിച്ചുപോയവരുടെ പലരുടെയും പ്രതിമകൾ ആരാധന രൂപങ്ങളായി അവിടവിടങ്ങളിലായി നാട്ടപ്പെട്ടപ്പോൾ പ്രമാണമുള്ള യഹൂദൻ അവയുടെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തിയില്ല. 2, അവരുടെ പേര് ഉത്സവങ്ങൾ നടത്തി. പ്രമാണമുള്ള യഹൂദൻ അവയുടെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തുകയോ ആ ഉത്സവങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ റോമൻ ഭരണഘടന സ്ഥാപിതമാക്കിയ നിയമങ്ങൾ ഇതാണെങ്കിൽ, യഹൂദനെ, നിന്റെ നിയമം എന്താണ്? പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യം. ആമേൻ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യാതൊന്നിന്റെയും പ്രതിമയായ സാദൃശ്യം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. ആണിന്റെയെങ്കിലും പെണ്ണിന്റെയും രൂപസാദൃശ്യം ഉണ്ടാക്കരുത്. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്ന ദൈവിക പ്രമാണം. ആവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായം അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: ആകാശ സൈന്യമായ സൂര്യ, ചന്ദ്ര, നക്ഷത്രാദികളെ കാണുമ്പോൾ അവയെ ആരാധിപ്പാൻ നീ വശീകരിക്കപ്പെടരുത്. അവയെ ദൈവം ഭൂതലത്തുള്ള സകലർക്കും ദൈവം പങ്കിട്ടു കൊടുത്തിരിക്കുന്നു. ആമേൻ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിലുള്ള യാതൊരു മനുഷ്യന്റെയും പ്രതിമ ഉണ്ടാക്കി അവയെ നമസ്കരിക്കരുത്. ഇഴയുന്ന ഇടജാതിയുടെയോ നടക്കുന്ന നാൽക്കാലിയുടെയോ രൂപസാദൃശ്യം ഉണ്ടാക്കി അവയെ നമസ്കരിക്കരുത്. സമുദ്രത്തിൽ ചരിക്കുന്ന യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യങ്ങളോ രൂപങ്ങളോ ഉണ്ടാക്കി നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കരുത് എന്ന ദൈവീക നിയമം വിശുദ്ധ വേദഗ്രന്ഥത്തിൽ ആവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായത്തിലും പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിലും സവിസ്താരമായി ഇത് വ്യക്തമായി ജനത്തെ പഠിപ്പിക്കുമ്പോൾ ആവർത്തന പുസ്തകം 30-ാമത്തെ അധ്യായം വ്യക്തമായി പറയുന്നു. അവൻ 33-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. യഹോവ സിയോൻ സെയീരിന്നുദിച്ചു. അവൻ പാറാൻ പർവ്വതത്തിന് വിളങ്ങി. ലക്ഷോപലക്ഷം ജനത്തിന്റെ അടുക്കലേക്ക് അവൻ വരുന്നു. അവന്റെ കയ്യിൽ അഗ്നിമയമായ ഒരു പ്രമാണമുണ്ടായിരുന്നു. അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നുവല്ലോ.
ദൈവം ഒരു ജനതയെ സ്നേഹിച്ച് അവർക്ക് നൽകിയ പ്രമാണമാണിത്. ദൈവം പറഞ്ഞു, സീനായി പർവ്വതത്തിൽ ഞാൻ ദൈവത്തിന്റെ അഭിഷിക്തനായ മോശയ്ക്ക് പ്രത്യക്ഷമാകുമ്പോൾ നിങ്ങളാരും എന്റെ രൂപം കണ്ടില്ല, നിങ്ങളാരും എന്റെ രൂപം കാണുകയാൽ ഒന്നിന്റെ ഈ സാദൃശ്യം നിങ്ങൾ മെനഞ്ഞുണ്ടാക്കരുത്. അങ്ങനെയാണെങ്കിൽ ദൈവമാരാണ്? ആ ദൈവത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് 1 തീമോഥെയോസ് ലേഖനം 6-ാമത്തെ അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവമാരാണ്? ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആരും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനും ആ മഹത്വത്തിന്റെ പ്രത്യക്ഷത വരുത്തുന്നവനുമായ ആ ദൈവത്തെ ഇന്നുവരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. വിശ്വാസത്താൽ ആ നാഥനെ കണ്ട് നമ്മൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പ്രത്യേകത എന്ത്? പ്രവാചകനായ യെശയ്യാവിനോട് ചോദിക്കാം. അദ്ദേഹം വിളിച്ചു പറയും, ഉള്ളം കൈ കൊണ്ട് വെള്ളത്തെ വഹിക്കുന്ന, ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണമെടുക്കുന്ന, കുന്നുകളെ തുലാസിൽ തൂക്കി വയ്ക്കുന്ന, അവൻ പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ട് അളക്കുന്ന, ഇല്ലായ്മന് സകലത്തെയും വിളിച്ചു വരുത്തുന്ന, ശൂന്യന് സകലത്തെയും ഉളവാക്കുന്ന ആരോ അവിടുന്നാണ് ദൈവം. അവിടുന്ന് മനുഷ്യകരങ്ങളിൽ ഒതുങ്ങുന്നവനല്ല. കോടിക്കണക്കിന് രൂപ മുടക്കി പണികഴിപ്പിച്ച സോളമൻ രാജാവ് പണികഴിപ്പിച്ച 20 വർഷങ്ങൾ കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച ദേവാലയത്തിന്റെ പ്രതിഷ്ഠ 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 17-ാമത്തെ അധ്യായം അവിടെ വായിക്കുന്നത്, പ്രതിഷ്ഠ നടക്കുന്ന ദിവസം ദൈവത്തിന്റെ ഭക്തനായ സോളമൻ രാജാവ്, ജ്ഞാനികളിൽ ജ്ഞാനിയായ മനുഷ്യൻ, സ്വർണം കൊണ്ടുള്ളവയ്ക്ക് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുള്ളവയ്ക്ക് വെള്ളി കൊണ്ടും താമ്രം കൊണ്ടുള്ളവയ്ക്ക് താമ്രം കൊണ്ടും പണിതീർത്ത് അവൻ ആലയത്തിനകത്ത് രത്നങ്ങൾ കൊത്തിപ്പതിപ്പിച്ച് അവൻ മനോഹാരിതമാക്കിയ ലോകത്തിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ദേവാലയം യഹോവയ്ക്ക് വേണ്ടി പ്രതിഷ്ഠ കഴിക്കുന്ന ദിവസം മുട്ടുമടക്കി കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിച്ച വാക്കുകളിൽ ചിലതിതാണ്, അവൻ അത്യുന്നതനായ ദൈവമേ, അവിടുന്ന് സ്വർഗാദി സ്വർഗങ്ങളിലും ഒതുങ്ങുന്നവനല്ല, പിന്നെ എങ്ങനെ ഞാൻ പണികഴിപ്പിച്ച ഈ ദേവാലയത്തിനകത്തങ്ങ് ഒതുങ്ങും? 20 വർഷം കൊണ്ട് നിർമ്മിച്ച ദേവാലയത്തിനകത്ത്, മനുഷ്യകരങ്ങൾ നിർമ്മിതമായ ദേവാലയത്തിനകത്ത് ഒതുങ്ങാത്ത ദൈവം അവിടുന്നാണ് അദൃശ്യനായ ദൈവം. ഹല്ലേലൂയ. അവിടുന്നാണ് ധന്യനായ ഏകാധിപതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, എന്നാൽ ഈ ആലയത്തിലേക്ക് കൈനീട്ടി വരുവൻ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് തൃക്കൺപാർത്ത് ഞങ്ങളുടെ വിഷയത്തിന് പരിഹാരം വരുത്തണമേ. വേദനയോടെ കരയുന്നവന്റെ കണ്ണുനീരൊപ്പിടമേ. വേദനയോട് നിലവിളിക്കുന്ന നിലവിളിക്ക് അവിടുന്ന് മറുപടി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ ഒരിടത്തും ഒതുക്കുവാൻ കഴിയുന്നവനല്ല അഖിലാണ്ടത്തിന്റെ നിർമ്മിതമായ ദൈവം. അവിടുന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, എന്റെയും നിങ്ങളുടെയും ഹൃദയം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു ചെന്ന് അവൻ എന്നോടും ഞാൻ അവനോടും കൂടി അത്താഴം കഴിക്കും. ഇന്ന് രാത്രി പ്രിയരെ, ഈ ദൈവത്തെ ഒതുക്കി നിർത്തുവാൻ കഴിയുന്ന വേറൊരിടമില്ല. ഈ പ്രമാണം അറിയാവുന്ന യഹൂദൻ പറഞ്ഞു, ഇല്ല, മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ ഒന്നിന്റെ മുമ്പിൽ ഞങ്ങൾ വണങ്ങില്ല എന്ന് പറഞ്ഞപ്പോൾ റോമൻ ഗവൺമെന്റ് അവർക്ക് പ്രതികൂലമായി മാറി. സ്തോത്രം. 2, കർത്താവായ യേശുക്രിസ്തുവിന്റെ പരശുശ്രൂഷ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ വചനം കേട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നവരിൽ ഭൂരിഭാഗവും യഹൂദ ജനതയിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ റോമൻ ഗവൺമെന്റ് യഹൂദന്മാരോടുള്ള വെറുപ്പ് ക്രിസ്തുവിനെ അനുഗമിച്ച ക്രിസ്ത്യാനികളോടും തുടരാനിടയായി. അപ്പോൾ ഗവൺമെന്റിന്റെ എതിർപ്പ്. 2, യെരുശലേമിൽ അന്ന് തല ഉയർത്തി നിന്ന് ഹെരോദ രാജാവ് 42 വർഷങ്ങളെടുത്ത് പണി പൂർത്തീകരിച്ച ദേവാലയത്തിനകത്ത് ആരാധിക്കുന്ന ജനതയിൽ നിന്നാണ് ഒരു കൂട്ടം പേർ വേർതിരിഞ്ഞ് കർത്തൃസന്നിധിയിലേക്ക് വന്നത്. യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചാൽ അവിടെ കാണാം, യേശുക്രിസ്തു രക്ഷകനെന്ന് ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്ന കാലം. അങ്ങനെ യഹൂദ സമൂഹം പള്ളി ഭക്തന്മാരായ ശാസ്ത്രിമാരും പരീശന്മാരും സദൂക്യരും എരിവുകാരും അന്നത്തെ ഉന്നതന്മാരായ സന്നിധി സംഘവും ഒന്നടങ്കം ക്രിസ്ത്യാനികൾക്കെതിരായി മാറി. നോക്കിക്കേ, ക്രൈസ്തവർക്ക് ഗവൺമെന്റ് എതിരായി. 2, യഹൂദ ജനത എതിരായി. അവര് പറയുന്നു, ഞങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം ക്രിസ്തുവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം ക്രിസ്തു വരുമ്പോൾ ഞങ്ങൾക്കൊരു രാജ്യം യഥാസ്ഥാനപ്പെടുത്തുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് അവർ ക്രിസ്തുവിനെ തിരസ്കരിച്ചു, ക്രിസ്തുവിനെ അവർ ക്രൂശിലേറ്റുവാൻ ഇടയായി തീർന്നു. എന്നാൽ അപ്പോസ്തലന്മാരുടെ പ്രഭാഷണം നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ക്രൂശിച്ചവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് നമ്മുടെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവന്റെ നാമത്തിലാണ് ഞങ്ങൾ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത്.
അതുകൊണ്ട് ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം കഷ്ടതയിലൂടെ കടന്നുപോകാനിടയായി. വളരെയേറെ തീ തിന്നുന്ന വേദനയായവരുടെ ജീവിതത്തിൽ ഗവൺമെന്റ് അവർക്ക് പ്രതികൂലം, രണ്ടവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹം അവരെ തള്ളിക്കളഞ്ഞു. വളരെയേറെ വേദനകളിലൂടെ കടന്നുപോകുന്ന കാലം. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയത്. ചിതറി പാർക്കുന്നവർ. അവൻ എന്താ ചിതറാൻ കാരണം? സ്വന്തം ദേശത്ത് പാർക്കുവാൻ കഴിയാതെ ഗവൺമെന്റ് അവർക്ക് പ്രതികൂലം. രണ്ട്, അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹം അവർക്ക് പ്രതികൂലം. അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന ആലയം, പള്ളി അവർക്ക് പ്രതികൂലം. എല്ലാറ്റിലും പ്രശ്നങ്ങളായി. ഒരു പട്ടണത്തിന് അടുത്ത പട്ടണത്തിലേക്ക് നായ്ക്കളെ ഓടിച്ചിട്ട് തള്ളുന്നത് പോലെ അന്നത്തെ ക്രൈസ്തവ സമൂഹം കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എബ്രായ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അക്കാര്യം വ്യക്തമാക്കി. ഹല്ലേലൂയ. അവൻ എബ്രായ ലേഖനം അതിന്റെ 11-ാമത്തെ അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അനേക ദൈവമക്കൾ കല്ലേറുകൊണ്ടു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിക്കേണ്ടി വന്നു. കാടുകളിലും മലകളിലും പാറയുടെ പിളർപ്പുകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവൻ ലോകം അവരെ അംഗീകരിച്ചില്ല. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം വ്യക്തമാക്കി, സുവിശേഷ നിമിത്തം അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകൾ, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, പലവട്ടം പട്ടിണി, ഉറക്കിളപ്പ്, പൈതാഹം, ശീതം, നഗ്നത, ഇങ്ങനെ തുടങ്ങിയ അനവധി കഷ്ടങ്ങളിലൂടെ നിത്യതയ്ക്കായവർ യാത്ര ചെയ്യുവാനിടയായി. പ്രിയരെ, ക്രൈസ്തവ ചരിത്രം പരിശോധിച്ചാൽ കഷ്ടത എന്ന കാഠിന്യതയേറിയ തീച്ചുളയ്ക്കകത്തുകൂടെ മലിനത കളഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് പുറത്തെടുക്കപ്പെട്ടവരാണ് ക്രൈസ്തവ സമൂഹം എന്നുള്ള കാര്യം ദൈവമക്കൾ മറക്കരുത്. സുഖലോലുപതയ്ക്ക് വേണ്ടിയോ സമൃദ്ധിക്ക് വേണ്ടിയോ അല്ല യേശു കർത്താവിനെ തേടി ഇറങ്ങിയത്. പിന്നെയോ തിരുവെടുത്ത് പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിപ്പാൻ കൂടെ വരം ലഭിച്ചവരാണ് ക്രൈസ്തവർ. കഷ്ടത എന്ന കാഠിന്യമേറിയ ശോധനയിലൂടെ യാത്ര ചെയ്ത ദൈവജനത്തെ കുറിച്ച് അവിടെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് ചിതറി പാർക്കുന്നവർ. 2-ാമത്തെ പദപ്രയോഗം പരദേശികൾ. അവിടെ അവൻ ഉദ്ഘോഷിക്കുന്ന ആ പദത്തിന്റെ ആശയം കിടക്കുന്നത് ആവർത്തന പുസ്തകം 24-ാമത്തെ അധ്യായത്തിലാണ്. അപ്പോ അവിടെ ദൈവത്തിന്റെ അഭിഷിക്തനായ മോശ തന്റെ ജനത്തോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: പണ്ട് നിങ്ങൾ പരദേശികളായിരുന്നു, അനാഥരായിരുന്നു. ആകയാൽ നിന്റെ വയല് കൊയ്യുമ്പോൾ അരികെ തീർത്ത് കൊയ്യരുത്. അനാഥനും വിധവയ്ക്കും പരദേശിക്കും വേണ്ടി അത് വിട്ടേക്കണം. ഒലിവിന്റെ കായ്കൾ പറിക്കുമ്പോൾ അതിനെ തപ്പിപ്പറിക്കരുത്. അനാഥനും വിധവയ്ക്കും പരദേശിക്കും നിന്റെ തോട്ടത്തിനകത്ത് അവകാശം കൊടുക്കണം. മുന്തിരിങ്ങ പറിക്കുമ്പോൾ കാലാ പറിക്കരുത്. അനാഥനും വിധവയ്ക്കും പരദേശിക്കും നീ അവകാശം കൊടുക്കണം. കാരണം നീയും പണ്ട് അനാഥനായിരുന്നു, നീയും പണ്ട് പരദേശിയായിരുന്നു. സ്വന്തമെന്ന് പറയാൻ ഒരു പാർപ്പിടമില്ലാതെ കൂടാരവാസിയായി യാത്ര ചെയ്ത നിന്നെ ദൈവം ഇത്രത്തോളം മാനിച്ചെങ്കിൽ നീ അനാഥരോട് കരുണ കാണിക്കണം. നോക്കൂ, ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ദൈവജനം അനാഥരായി ചിതറി പാർക്കുന്നവരായി മാറി, പരദേശികളായി മാറി, സ്വന്തമായൊരു നാടോ വീടോ കൂടായില്ലാതെ അലയുന്നവരായി മാറി. ഇവരെ ഓർത്തിട്ട് ഈ ലേഖനം അപ്പോസ്തലനായ പത്രോസ് എഴുതുമ്പോൾ അടുത്ത പദപ്രയോഗം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പരദേശികളെങ്കിലും ചിതറി പാർക്കുന്നതെങ്കിലും നമ്മുടെ പിതാവിനാൽ മുൻനിർണയം പ്രാപിച്ചവരാണ് നിങ്ങൾ. അവിടുത്തെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവരാണ് നിങ്ങൾ. തിരുരക്തത്തിന്റെ മറവിൽ മറയ്ക്കപ്പെട്ടവരാണ് നിങ്ങൾ. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നിക്ഷേപമാണ് നിങ്ങൾ. നിങ്ങൾക്കിവിടെ സ്വദേശമില്ലെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട വചനം അങ്ങനെയാണ്: ക്രിസ്തു യേശു മുഖാന്തരം നിങ്ങളുടെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. പരദേശികളെ, അന്യരും പരദേശികളുമായി യാത്ര ചെയ്യുന്നവരെ, ഈ ലോകത്തിൽ അവകാശങ്ങളില്ലാത്തവരെ, ഈ ലോകത്തിൽ ശ്രേഷ്ഠതയില്ലാത്തവരെ, നിങ്ങൾ കർത്താവിന്റെ ഒരു നിക്ഷേപമാണ്. വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായം 9 മുതലുള്ള വാക്യം: കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ആമേൻ സകല ഗോത്രത്തിൽ നിന്നും, ഭാഷയിൽ നിന്നും, വംശത്തിൽ നിന്നും, ജാതികളിൽ നിന്നും ഒരു സമൂഹത്തെ പിതാവിനായി വിലയ്ക്ക് വാങ്ങി അവരെ രാജ്യവും പുരോഹിതവർഗവുമാക്കി വെച്ചു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവപൈതലേ, കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരെ, ക്രിസ്തു നിമിത്തം വേദന അനുഭവിക്കുന്നവരെ, നിങ്ങൾ കർത്താവിനൊരു നിക്ഷേപമാണ്. മുൻനിർണയപ്രകാരം നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ പ്രത്യാശ വലുതാണെന്ന് ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയുക. ഹല്ലേലൂയ. ഈ ഭാഗങ്ങൾ വ്യക്തമാക്കിയിട്ട് 4-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ പത്രോസിനെ പറയുന്ന വാക്കാണ്:
ഒരഗ്നി സ്വാധനയിലൂടെയാണ് നിങ്ങളുടെ യാത്ര. അവിടെ പ്രഖ്യാപിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ 1 പത്രോസ് ലേഖനം 4-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യം അവിടെ കാണുന്നത്, പ്രിയരെ, നിങ്ങൾക്ക് വന്നു ഭവിച്ചിരിക്കുന്ന അഗ്നി സ്വാധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നു ഭവിച്ചു എന്ന് വെച്ച് നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രതിഫലം ദൈവരാജ്യത്തിൽ വലുതാകയാൽ സന്തോഷിച്ച് ആനന്ദിപ്പീനെന്ന് അവരോട് പറഞ്ഞിട്ട് അപ്പോസ്തലനായ പത്രോസ് അടുത്ത് പറയുന്ന പദപ്രയോഗമാണ്, ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ആമേൻ, സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകും? എന്താ പദപ്രയോഗം അവിടെ അങ്ങനെ വരാൻ കാരണം? ഒരു ഭാഗത്ത് രാഷ്ട്രീയമായ എതിർപ്പ്, രണ്ടാമത്തെ ഭാഗത്ത് മതപരമായ എതിർപ്പ്, മൂന്നാമത് ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് ഒരു കൂട്ടർ വിശ്വാസം വിട്ടുപോയി, ആത്മീയത വിട്ട് പിന്മാറ്റക്കാരായി മാറി, ദൈവകൃപയിൽ അവർ അകന്നുപോയി. അവരുടെ ഉപദ്രവം സഭയ്ക്ക് ഭയാനകമായിരുന്നു. 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 1 തീമോഥെയോസ് ലേഖനം 1-ാമത്തെ അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. 1 തീമോഥെയോസ് ലേഖനം 1-ാമത്തെ അധ്യായം 18 മുതലുള്ള വാക്യം. മകനെ തിമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞ് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു. ഹുമനയോസും അലക്സാണ്ടരും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ഇവിടെ 2 വ്യക്തികളെ കുറിച്ച് പറയുക. കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം പ്രസംഗിച്ച 2 പേർ ആരൊക്കെയാണ്? ഹുമനയോസും അലക്സാണ്ടരും. തീമോഥെയോസ് എന്ന് പറയുകയാണ്, തീമോഥെയോസേ, നീ നല്ല യുദ്ധസേവ ചെയ്യുക, ഒരു നല്ല ഭടനായി കർത്താവിന് വേണ്ടി നിൽക്കുക. നിന്നെ പോലെ സുവിശേഷം പ്രസംഗിച്ച 2 വ്യക്തികളുണ്ട്, അലക്സാണ്ടർ, ഹുമനയോസ്. അവർക്ക് എന്ത് സംഭവിച്ചു? അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു. വിശ്വാസത്തെ കപ്പലിന് തുല്യമായി അവിടെ വ്യാഖ്യാനിച്ചുകൊണ്ട് പൗലോസ് പറയുന്നത്, ഹുമനയോസിന്റെ അലക്സാണ്ടറിന്റെയും അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു. നമുക്കറിയാം, ഈ 2025 മെയ് മാസം 15-ാം തീയതിയാണ്, 25-ാം തീയതി കൊച്ചിക്കടുത്ത്, കൊച്ചി തുറമുഖത്ത് നിന്ന് ഏകദേശം 28 നോട്ടിക്കൽ മൈൽ അകലെ ഒരു കപ്പൽ തകർന്ന് നമ്മൾ കണ്ടതാണ്, പത്രങ്ങളിലൊക്കെ വായിച്ചതാണ്. ആ കപ്പൽ അപകടത്തിൽപ്പെട്ട നാളിൽ കൊച്ചി തുറമുഖങ്ങളിലും പരിസര പ്രദേശങ്ങളിലും മത്സ്യബന്ധനം പാടില്ല എന്നൊരു നിയമം പത്രങ്ങൾ നമ്മൾ വായിച്ചു. എന്താ കാരണം? കപ്പലിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ക്രൂഡ് ഓയിൽ അത് ഒഴുകി മത്സ്യബന്ധനം അത് പ്രയാസകരമായി മാറും. ആ ക്രൂഡ് ഓയിൽ നിമിത്തം ആ ഓയിൽ, ആ വിഷകരമായ അവസ്ഥ വെള്ളത്തിൽ കലർന്നിട്ട് മത്സ്യബന്ധനം അത് ദോഷത്തിലേക്ക് കൊണ്ടുപോകും, മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പോൾ അതിൽ നിന്ന് പല കണ്ടെയ്നറുകളും പലയിടത്തുള്ള ഒഴുകി കൊല്ലം ഭാഗങ്ങളിലൊക്കെ പല കണ്ടെയ്നറുകൾ വന്നടിഞ്ഞ് നമ്മൾ വായിച്ചതാണ്. കപ്പൽ തകർന്നപ്പോൾ അതിൽ നിന്ന് വിഷദ്രാവകം പുറത്തു വന്ന് വെള്ളത്തിൽ കലർന്ന് മത്സ്യങ്ങൾ ചാകാൻ ഇടയുണ്ടായെങ്കിൽ ഒരു അഭിഷേകം പ്രാപിച്ച വചനപരിജ്ഞാനമുള്ള ദൈവകൃപയിൽ നിന്ന് ഒരു ദൈവഭൃത്യൻ അവൻ ദുരുപദേശം പഠിപ്പിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിൽ നിന്ന് ഒഴുകുന്നത് ക്രൂഡ് ഓയിൽ, വിഷകരമായ ദ്രാവകം. ഈ വിഷദ്രാവകം ഒഴുകിക്കഴിഞ്ഞാൽ ദൈവസഭ ഒത്തിരി നാൾ നേരെ ചൊവ്വേ പോകില്ല. ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലാണ് ഈ ക്രൂഡ് ഓയിൽ പുറത്തു വരുന്നതെങ്കിൽ ആ പ്രസ്ഥാനം തകരാൻ ഒരുപാട് നാൾ വേണ്ട. സ്തോത്രം. ഒരു സമൂഹം തകരാൻ ഒരുപാട് നാൾ വേണ്ട. കുടുംബജീവനം തകരാൻ ഒരുപാട് നാൾ വേണ്ട. ഞാൻ പറയാം, ഇവിടെയും പൗലോസ് പറഞ്ഞിരിക്കുന്നത് അലക്സാണ്ടറിന്റെയും ഹുമനയോസിന്റെയും വിശ്വാസത്തെ ഒരു കപ്പലിനോടും സാദൃശ്യപ്പെടുത്തിയിട്ട് പറയുകയാണ്, അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. അവർ ദൂഷണം പറയാൻ തുടങ്ങി. അവർ ദൂഷണം പറയാതിരിക്കേണ്ടതിന് അവരെ സാത്താന്റെ കയ്യിലേൽപ്പിക്കുന്നു. ഒരു ഭാഗത്ത് ഗവൺമെന്റിന്റെ എതിർപ്പ്, മറുഭാഗത്ത് സ്വന്തം ജനതയിൽ നിന്നുള്ള എതിർപ്പ്, മതത്തിന്റെ എതിർപ്പ്, മറുഭാഗത്ത് കൂടെ നിൽക്കുന്ന കൂട്ടു സഹോദരങ്ങൾ ദൈവവചനത്തെ മാറ്റിവെച്ചിട്ട്, ദൈവത്തിലുള്ള പ്രത്യാശയെ മാറ്റിവെച്ചിട്ട് ദുരുപദേശങ്ങൾ പ്രസംഗിപ്പാൻ, പഠിപ്പിക്കാൻ ദൈവവചനത്തിനകന്നപ്പോൾ പൗലോസ് പറയുകയാണ്, തീമോഥെയോസേ, വളരെ നീ ശ്രദ്ധാപൂർവ്വം സൂക്ഷിച്ചുകൊള്ളുക. ആമേൻ. അവരുടെ ഉള്ളിൽ ഒഴുകുന്ന ക്രൂഡ് ഓയിൽ, വിഷദ്രാവകം, ദുരുപദേശം, അവർ പറയുന്ന ദോഷകരമായ അനുഭവങ്ങൾ, അവർ പ്രസ്താവിക്കുന്ന പ്രസ്താവനകൾ, അവർ കൊണ്ടുവരുന്ന കുബുദ്ധികൾ ദോഷകരമായി സഭയെ ബാധിക്കും, ജനതയെ ബാധിക്കും,
സംഘടനയെ ബാധിക്കും, സമൂഹത്തെ ബാധിക്കും, കുടുംബങ്ങളെ ബാധിക്കും, വ്യക്തികളെ ബാധിക്കും. അവരിൽ പലർ വിശ്വാസം വിട്ട് പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. ആകയാൽ തീമോഥെയോസിന് പറയുകയാണ്, ആകയാൽ നീ പ്രാപിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം വീണുപോയവരെ നീ നോക്കരുത്, നീ നന്നായി യുദ്ധസേവ ചെയ്യുക. ഹല്ലേലൂയ. 2 തീമോഥെയോസ് ലേഖനം 2-ാമത്തെ അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും 2 വ്യക്തികളെ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഫിലേത്തോസും ഹുമനയോസും. അവർ പ്രസംഗിച്ചു തുടങ്ങി, പുനരുത്ഥാനം കഴിഞ്ഞു, യേശുവിനി വരില്ല, കർത്താവായ യേശു ക്രിസ്തു വരില്ല, വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം നടക്കില്ല, അങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ഈ പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ പൗലോസ്ലീഹ തീമോഥെയോസിനോട് പറയുകയാണ്, വീണുപോയവരെ നീ നോക്കി നടക്കരുത്. ഇവരെ കണ്ടിട്ട് മനസ്സ് നൊന്നിട്ട് പത്രോസ്ലീഹ വിളിച്ചു പറയുകയാണ്, ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. ഹല്ലേലൂയ. വചനത്തെ വിട്ട്, ദൈവകൃപയെ വിട്ട് അകന്നു പോകുന്ന, വചനത്തിന് വിപരീതമായി പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത വ്യക്തികളെ നോക്കി പറയുകയാണ്, ന്യായവിധി അങ്ങകലെയല്ല, ദൈവത്തെ അറിഞ്ഞവന്റെ വീട്ടിൽ തുടങ്ങാൻ സമയമായല്ലോ. അങ്ങനെയെങ്കിൽ സുവിശേഷം അനുസരിക്കാത്തവന്റെ ഗതി എന്താകും? ഇന്ന് രാത്രി ഞാൻ ദൈവസഭയോട് വിളിച്ചു പറയുന്നു, പ്രിയരെ, ഒരു രോഗം മാറുന്നതോ കഷ്ടത മാറുന്നതോ ആമേൻ ഏതെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതോ മാത്രമാകണം നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ എന്റെ കർത്താവ് സ്ഥാപിക്കാനിരിക്കുന്ന നിത്യരുടെ രാജ്യമായിരിക്കണം. ആമേൻ, ആമേൻ. അതാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ വിളിച്ചു പറഞ്ഞത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാതെ ഈ ഭൂതലത്തിൽ നശിക്കുന്ന നന്മയ്ക്ക് വേണ്ടി മാത്രം ഓടുന്നവരായി മാകരുത്. ഞാൻ പറയാം, ഒരു മെഡിസിൻ ആമേൻ ഒരു മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിയാൽ അത് ആമേൻ നിർമ്മിച്ചതിന്റെ ഡേറ്റും അതിന്റെ അവസാനം എത്ര നാൾ വരെ അത് ഉപയോഗിക്കാമെന്ന് എക്സ്പയർ ഡേറ്റും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് നമ്മൾ ഇന്ന് നേടുന്നതെല്ലാം എക്സ്പയർ ഡേറ്റ് ഉള്ളതാണ്, അത് എക്സ്പയർ ആകുന്നതാണ്, ഇത് നിലനിൽക്കുന്നതല്ല. ഇവിടെ നേടിയതല്ല ഒരു വീടിന് വേണ്ടി, അവൻ രോഗം മാറുന്നതിന് വേണ്ടി, കഷ്ടത മാറുന്നതിന് വേണ്ടി, ജോലി കിട്ടുന്നതിന് വേണ്ടി, നന്മ അനുഭവിക്കുന്നതിന് വേണ്ടി മാത്രമല്ല നമ്മൾ ഈ പുസ്തകമെടുത്തത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ദൈവരാജ്യമാണ്. ഇവിടെ എക്സ്പയർ ഡേറ്റ് ഉള്ള പലതും ഇവിടെ നേടിയിട്ട് നിത്യത നഷ്ടപ്പെട്ടാൽ നമ്മൾ ഓടിയത് വെറുതെ. തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു, ന്യായം തീർക്കുവാൻ കാലമായി. അവൻ ന്യായം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ, അത് നമ്മിൽ തുടങ്ങിയാൽ. വേദപുസ്തക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു, ന്യായവിധി ആരംഭത്തിൽ തുടങ്ങിയത് എവിടെ? ദൈവഗൃഹത്തിൽ. വേദപുസ്തകത്തിന്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വായിച്ചാൽ ന്യായവിധിയുടെ ആരംഭം മറ്റെവിടെയുമല്ല, ദൈവകൃപ പ്രാപിച്ച ജനത്തിന്റെ ഇടയിൽ, ആദി മനുഷ്യനായ ആദം ഹവ്വമാരുടെ ഇടയിൽ ആദ്യത്തെ ന്യായവിധിയുടെ ആരംഭം. തുടർമാനം ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം മുതൽ വായിച്ചു വന്നാൽ അവിടെ കാണുന്ന ദൈവത്തെ നോക്കി ഇറങ്ങിത്തിരിച്ച 2 വ്യക്തിത്വങ്ങൾ, അബ്രഹാം എന്ന ദൈവ മനുഷ്യനും ആമേൻ ലോത്ത് എന്ന അദ്ദേഹത്തിന്റെ സഹോദരപുത്രനും. അപ്പോസ്തലനായ പത്രോസ്ലീഹ തന്നെ 2 പത്രോസ് ലേഖനം 2-ാമത്തെ അധ്യായം 6 മുതലുള്ള വാക്യത്തിൽ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ആമേൻ അദ്ദേഹം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പദപ്രയോഗങ്ങൾ ലോത്ത് എന്ന വീണുപോയ ദൈവ മനുഷ്യനെ കുറിച്ചാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം ഒന്ന് നിങ്ങൾ വായിച്ചു കേട്ടാലും 2 പത്രോസ് ലേഖനം 2-ാമത്തെ അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ, സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ, അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കും കാലം നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും, നാളുതോറും നാട്ടുകാരുടെ അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സ് നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയിൽ വലഞ്ഞുപോയ, നാട്ടുകാരുടെ ദുഷ്കാമ പ്രവൃത്തിയിൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. അവിടെ പറഞ്ഞിരിക്കുന്നത് നീതിമാനായ ലോത്തെന്ന. വീണുപോയിട്ടും പേരിന് മാറ്റമില്ല, വീണുപോയിട്ടും ക്രിസ്ത്യാനി എന്ന പേര് ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ പറയട്ടെ, ക്രൈസ്തവനായതുകൊണ്ട് ദൈവരാജ്യത്തിൽ പോകത്തില്ല. ക്രിസ്തു നിന്റെ ഉള്ളിലില്ലെങ്കിൽ, പരിശുദ്ധാത്മാവകത്തില്ലെങ്കിൽ, ദൈവത്തിന്റെ ജീവന്റെ വചനമകത്ത് ജീവിക്കുന്നില്ലെങ്കിൽ, അവിടുത്തെ അഭിഷേകം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഒരു അർത്ഥവും ഇല്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാളിത്രയായി ദൈവത്തെ ആരാധിക്കുന്നു, ഒരു നന്മയും പ്രാപിച്ചില്ല, ഒരനുഗ്രഹവും പ്രാപിച്ചില്ല. ഞാൻ പറയട്ടെ, ക്രൈസ്തവ ദേവാലയത്തിൽ ആരാധിച്ചിട്ടും മദ്യപാനം ഇന്നുവരെ മാറാത്തവർ, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഇന്നുവരെ മാറ്റാത്തവർ, മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളായി സമാധാനമില്ലാതെ അലയുന്നവർ എത്രയോ പേർ. നീ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ നീതിമാനായതുകൊണ്ടോ ഒരർത്ഥവുമില്ല.
നാട്ടുകാരുടെ ദോഷപ്രവൃത്തി കണ്ടും കേട്ടും നീതിയുള്ള മനസ്സ് മുരടിച്ചിട്ടും പേര് മാറിയില്ല നീതിമാനായ ലോത്ത്. തിരുവഴുത്ത് നിങ്ങൾ പരിശോധിക്കൂ. വേദപുസ്തകം നമ്മളെ അതിന് വ്യക്തമായ ന്യായവിധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. സൊദോം ഗൊമോറ പട്ടണത്തെ ഭസ്മീകരിക്കുമ്പോൾ ഏറെ ആണ്ടുകൾ കൊണ്ട് നേടിയതെല്ലാം ഒന്നും എടുക്കാൻ കഴിയാതെ ഒടിഞ്ഞ കൈകളോടെ 4 വ്യക്തിത്വങ്ങൾ വീട് വിട്ടിറങ്ങുകയാണ്. ലോത്തും തന്റെ ഭാര്യയും 2 പെൺമക്കളും ഏറെ ആണ്ടുകൾ കൊണ്ട് നേടിവെച്ച മൃഗസമ്പത്ത്, ദാസജനങ്ങൾ, പൊന്ന് വെള്ളി, വിലയേറിയ ആഡംബര വസ്ത്രങ്ങൾ, ഏറിയ സമ്പത്ത് ഒന്നും എടുക്കാൻ കഴിയാതെ ഒഴിഞ്ഞ കൈകളോടെ ദാമേൻ വീട് വിട്ടിറങ്ങുന്ന ഒരു കുടുംബം. ഒന്നും നേടാൻ കഴിയാതെ ഇറങ്ങുന്ന സമയം ദൂതൻ പറഞ്ഞ വാക്കിതാണ്, ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, ഈ പ്രദേശത്തെങ്ങ് നിൽക്കരുത്, പുറകോട്ട് നോക്കരുത്, നാശം ഭവിക്കാതിരിപ്പാൻ ആ പർവ്വതത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക. ആ ദൂതനെ മറികടന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി. ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി മാറി. 2 പെൺമക്കളും അപ്പനുമായി അവൻ ഒരു അടുത്ത പട്ടണമായ സോവാറിൽ ചെന്ന് പാർത്തു. അടുത്തവർക്ക് ജനിക്കുന്ന ശാപത്തിന് 2 തലമുറ. ദൈവം പറയുന്നു, ഇവന്റെ 10ാം തലമുറ വരെ എന്റെ സന്നിധിയിൽ പ്രവേശിക്കരുത്. എന്താ കാരണം? വലഞ്ഞുപോയി. നാട്ടുകാരുടെ പ്രവൃത്തി കണ്ട് വലഞ്ഞുപോയി. നാട്ടുകാരുടെ ദോഷപ്രവൃത്തി കണ്ട് വലഞ്ഞുപോയ ലോത്ത്. ഇന്ന് രാത്രി ഞാൻ പറയാം, തിരുവഴുത്തനോട് വിളിച്ചു പറയുന്നു, ന്യായവിധി എവിടെ ആരംഭിക്കും? ക്രിസ്തുവിനെ അറിഞ്ഞവന്റെ വീട്ടിൽ ആരംഭിക്കും. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ട് ഹുമനയോസിനെ അലക്സാണ്ടറിനെയും പോലെ വിശ്വാസ കപ്പൽ തകർന്ന് ക്രൂഡ് ഓയിൽ ഒഴുകുന്നവന്റെ വീട്ടിൽ ആരംഭിക്കും. വചനവിരുദ്ധമായ ജീവിതം നയിക്കുന്നവരുടെ വീട്ടിൽ ന്യായവിധി ആരംഭിപ്പാൻ സമയമായല്ലോ. എന്തുകൊണ്ട്? സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചിട്ടും സത്യത്തിനൊത്തവണ്ണം ജീവിക്കാത്തതിനാൽ ന്യായവിധി എവിടെ ആരംഭിപ്പാൻ കാലമായി. 1-2 വേദഭാഗങ്ങളുടെ അതോടൊപ്പം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഒന്ന് വായിച്ചുള്ളൂ. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 26 മുതലുള്ള വാക്യം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല. ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷ, എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേ ഇനിയുള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവർക്ക് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വായ്മൊഴിയാൽ മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും. ആരാ ചവിട്ടിയത്? ക്രിസ്തുവിനെ അറിഞ്ഞവൻ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമത്തിന്റെ രക്തത്തെ മലിനമെന്നെണ്ണുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമായി മാറി. വീണ്ടും ഒരു വാക്യം കൂടെ. എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യം. ഒരിക്കൽ പ്രകാശനം ലഭിച്ച ശേഷം സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും ക്രിസ്തുവിന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ കഴിവുള്ളതല്ല. എവിടെ ന്യായവിധി ആരംഭിക്കും? ക്രിസ്തുവിനെ തള്ളിയവന്റെ ഭവനത്തിൽ, ദൈവകൃപ വിട്ട് പിന്മാറിയവന്റെ വീട്ടിൽ, ദൈവസ്നേഹത്തിന് അകന്നുപോയവന്റെ വീട്ടിൽ ന്യായവിധി ആരംഭിക്കും എങ്കിൽ സുവിശേഷത്തെ തള്ളിക്കളയുന്നവരുടെ ഗതി എന്താകും? പ്രിയ സുഹൃത്തേ, ഈ 4 ദിവസങ്ങൾ കൊണ്ടിവിടെ മുഴങ്ങിക്കേൾക്കുന്നത് ഞങ്ങളുടെ പ്രത്യാശയായ ക്രിസ്തുവിന്റെ വചനങ്ങളാണ്. എന്താണ് സുവിശേഷം? അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ വ്യക്തമാക്കി, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലാതെ, മറ്റ് ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് കൊരിന്ത്യർ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിക്കാനിടയായി. സ്തോത്രം. വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം നിങ്ങൾ വായിച്ചാൽ 2-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ മറിയാമിൽ ജനിച്ച് ഇഹലോകത്തിലേക്ക് ജഡാവതാരമെടുത്ത് കടന്നു വന്ന് ക്രിസ്തുവിനെ കുറിച്ച് ദൂതന്മാർ സാക്ഷ്യപ്പെടുത്തിയത് സർവ്വലോകത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമാണ് സുവിശേഷം അഥവാ യേശു ക്രിസ്തു. ഏതെങ്കിലും ഒരു സമൂഹത്തിനോ ഏതെങ്കിലും ഒരു ദേശത്തിനോ ഏതെങ്കിലും ഒരു മതത്തിനോ അല്ല, സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം.
ആമേൻ. വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 29 മുതലുള്ള വാക്യങ്ങളിൽ ശിമിയോൻ എന്ന വയോധികനായ 85 വയസ്സിലധികം പ്രായമുള്ള ദൈവഭക്തൻ ക്രിസ്തുവെന്ന മശിഹായെ കരത്തിലേന്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: ഇപ്പോൾ നാഥാ, എന്നെ സമാധാനത്തോടെ വിട്ടയച്ചാലും അവ സർവ്വലോകത്തിന്റെ രക്ഷകനായവനെ കാണുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. ഇനി എന്നെ സമാധാനത്തോടെ വിട്ടയച്ചാലും. ക്രിസ്തുവാര് സർവ്വലോകത്തിന്റെ രക്ഷകൻ, ക്രിസ്തുവാര് സർവ പാപത്തിന്റെയും പരിഹാരകൻ. ഈ സുവിശേഷം നീ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ ന്യായവിധിയിൽ നിന്ന് തെറ്റിവടിയും? വാത്സല്യ സുഹൃത്തെ, വാത്സല്യ സഹോദരനെ, വേദപുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു: മറ്റൊരുത്തൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തു എന്ന ഏകനാമം. മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റൊരുത്തല്ലും രക്ഷയില്ല, മറ്റൊരു സ്ഥലത്തും രക്ഷയില്ല. പുണ്യവെള്ളം കുടിച്ചാലും, പുണ്യവെള്ളം കുളിച്ചാലും, പുണ്യസ്ഥലം സന്ദർശിച്ചാലും, പർവ്വതമേടുകൾ കയറിയാലും, പാലായനം ചെയ്താലും, നേർച്ചകൾ നടത്തിയാലും, അർപ്പണങ്ങൾ നടത്തിയാലും, അവൻ എന്തൊക്കെ ചെയ്താലും നിന്റെ പാപത്തിന് മോക്ഷമുണ്ടാകുകയില്ല. പാപത്തിന് മോക്ഷമുണ്ടാകാൻ ഏക വഴി യേശു ക്രിസ്തു മാത്രം. എന്താണ് അതിന് കാരണം? അവൻ ലോകത്തിൽ മനുഷ്യനാശ്രയിക്കുന്ന പല ആശ്രയ കേന്ദ്രങ്ങളും അവിടെ പ്രഖ്യാപിക്കുന്ന ആരാധ്യരും ജീവിതത്തെ പരിശോധിച്ചാൽ പാപത്തിൽ ജനിച്ച് പാപത്തിൽ മരിച്ചവരാണ്. സ്തോത്രം. മരണത്തിന് 6 അടി മണ്ണിന് ജന്മികളായി മാറിയ അവരെയാണ് മനുഷ്യനെന്ന് പൂജിക്കുന്നത്, അവരുടെ നാമത്തിലാണ് ആരാധിക്കുന്നത്. അവരുടെ ജീവിതചര്യകൾ പരിശോധിച്ചാൽ പരിശുദ്ധി അവരിലില്ല, നിർമ്മലതയില്ല, നിഷ്കളങ്കത്വമില്ല. ജീവിത ചരിത്രം പഠിച്ചാൽ മാത്രം മതി. ക്രിസ്തുവിനെ എന്തുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്നു? ക്രിസ്തുവിന്റെ ജനനം യാദൃച്ഛികമായിരുന്നില്ല, അവിടുത്തെ കഷ്ടാനുഭവം യാദൃച്ഛികമായിരുന്നില്ല, അവിടുത്തെ മരണം യാദൃച്ഛികമായിരുന്നില്ല. യേശു കർത്താവ് ഉലകത്തിൽ ജനിക്കുന്നതിനും 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി കുലക്കളത്തിൽ അവിടുന്ന് മരിക്കുമെന്ന്, കഷ്ടമനുഭവിക്കുമെന്ന്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപരൂപിയായി മാറുമെന്ന്, അവിടുത്തെ അവസാനത്തുള്ള രക്തം വരെ ചിന്തുമെന്ന്, മാനകുലത്തിന്റെ രക്ഷ അവിടുന്ന് മുഖാന്തരം നടക്കുമെന്ന്, മരണത്തിനവനെ പിടിച്ചു വയ്ക്കാൻ കഴിയുകയില്ലെന്ന്, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്, ശിക്ഷണം കാണുക സ്വർഗാരോഹണം ചെയ്യുമെന്ന് വാഗ്ദത്തം പറഞ്ഞതുപോലെ വീണ്ടും വരുമെന്ന് എഴുതി വയ്ക്കപ്പെട്ട പ്രവചന ഗ്രന്ഥമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ഇങ്ങനെ എഴുതപ്പെട്ട ഉലകത്തിലൊരു ആരാധ്യ പുരുഷനില്ല. ഈ ആരാധ്യ പുരുഷന്റെ പരിശുദ്ധി എന്ത്? എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായത്തിൽ അത് വ്യക്തമാക്കുന്നു. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. നിർമ്മലൻ, നിർദോഷൻ, പവിത്രൻ, അവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ. മറ്റ് മഹാപുരോഹിതന്മാരെ പോലെ ആണ്ടുതോറും തന്റെ പാപങ്ങൾക്കും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കും വേണ്ടി കർമാദികൾ നടത്തേണ്ട ആവശ്യമില്ലാത്തൊരു മഹാപുരോഹിതൻ, പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, പാപമറിയാത്ത മാനവകുലത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തു. അവൻ ജനിച്ചത് പാവനമായ ഒരു ജനനം, വളർച്ച പാവനമായത്, അവൻ അവിടുത്തെ പ്രഭാഷണങ്ങൾ പാവനമായത്. ആമേ സ്തോത്രം. പല്ലിന് പകരം പല്ലും, കണ്ണിന് പകരം കണ്ണും പ്രസ്താവിക്കപ്പെട്ട ന്യായപ്രമാണത്തിന്റെ ഏടുകളെ മാറ്റിവെച്ചിട്ട് ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാൻ ഉലകത്തിൽ വന്ന യേശു കർത്താവ് പഠിപ്പിച്ചു. അവൻ ഒരു ചെകിട്ടത്തടിച്ചാൽ അടുത്തത് കൂടെ കാണിക്കൂ. വ്യഭിചാരം ചെയ്യരുതെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഒരു വ്യക്തിയെ മോഹിക്കേണ്ടതിന് നോക്കുന്നത് പോലെ വ്യഭിചാരമാണെന്ന് പഠിപ്പിച്ച നവ്യപ്രബോധനം നൽകിയ പരിശുദ്ധിയുടെ ജീവിതം കാഴ്ചവെച്ച നസ്രനായ യേശുക്രിസ്തുവിന്റെ പ്രത്യേകത അവനിൽ പാപമില്ല എന്നുള്ളതാണ്. അവിടുന്ന് പാപം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവിടുന്ന് പാപമറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാനവകുലത്തിന്റെ രക്ഷകനായ നാഥനെ ഉലകത്തിൽ 5 കോടതികളിൽ 6 പ്രാവശ്യം വിസ്തരിച്ചു. വിസ്താര സദസ്സും വിളിച്ചു പറഞ്ഞത്, ഇവനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല. ഒരു കുറ്റവും കാണാത്തവനെ, പാപത്തിന് ശാപത്തിനായി മനുഷ്യന്റെ ശാപത്തെ നീക്കുവാൻ ഉലകത്തിൽ വന്നവനെ മരക്കുരിശ് ചുമപ്പിച്ച ഈ ലോകം, ആ ക്രിസ്തു ആ മരക്കുരിശ് ചുമന്നുകൊണ്ട് ഗോൽഗൊഥാ മലമുകളിൽ കയറി മാനകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരം ക്രൂശിലൂടെ ചെയ്തെടുത്തെങ്കിൽ അവിടുത്തെ രക്തം എന്റെ നിങ്ങളുടെ സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്നു. പുണ്യവെള്ളത്തിന് ചെയ്യാൻ കഴിയാത്തത്, പുണ്യസ്ഥലത്തിന് ചെയ്യാൻ കഴിയാത്തത്, പാലായനങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത്, കർമ്മങ്ങൾക്കും നേർച്ചകൾക്കും കർമാദികൾക്കും അവൻ കർമ്മകാണ്ഡങ്ങൾക്കും ചെയ്യാൻ കഴിയാത്തത്, അവനൊന്ന് കണ്ണുകൾ ഉയർത്തി യേശുവിങ്കലേക്ക് നീ ഒന്ന് നിന്റെ വായൊന്ന് ഒന്ന് തുറന്ന് നാവന് ചലിപ്പിച്ച്, നാഥാ എന്റെ പാപത്തെ നീ ക്ഷമിക്കണമെന്ന് പറയാൻ നല്ല മനസ്സുണ്ടെങ്കിൽ നിന്റെ പാപത്തെ പൊക്കി ശുദ്ധീകരിക്കുന്ന ഏകരക്ഷകൻ യേശു ക്രിസ്തു മാത്രം. ഈ സുവിശേഷത്തെ ഗണ്യമാക്കാതെ പോയാൽ നീ എങ്ങനെ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയും? ഹല്ലേലൂയ. അടുത്ത പദപ്രയോഗം ഇങ്ങനെയാണ്:
നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ. അപ്പോസ്തലനായ പത്രോസ് ശ്ലീഹ പറഞ്ഞ അടുത്ത വാക്ക് നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു. എന്താ വാക്കിന്റെ അർത്ഥം? യേശു കർത്താവ് പറഞ്ഞ വാക്ക് മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ. ഇടുക്കുവാതിലൂടെ കടപ്പാൻ ശ്രമിപ്പി. അതിലൂടെ കടക്കുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പുറത്ത് മറ്റൊരു വഴിയുണ്ട്, വഴി വിശാലമാണ്. അതിലൂടെ കടക്കുന്നവർ അനേകരാണ്. ആകയാൽ പറയുകയാണ്, നീതിമാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസേനയോ, കഷ്ടങ്ങളിലൂടെയോ. നീതിമാൻ പ്രയാസേന ദൈവരാജ്യത്തിൽ കടക്കുന്നുവെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, അഭക്തന്റെയും പാപികളുടെയും ഗതി എന്താകും? സ്തോത്രം. നീതിമാനെ, നീ പ്രയാസേനയാണ് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിൽ പ്രവേശിക്കുന്നതെങ്കിൽ ഭക്തിയെ തെരിച്ചു കളഞ്ഞ അഭക്തന്റെ ഗതി എന്താകും? ദൈവകൃപയിൽ നിന്ന് അകന്ന് വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ് വിശ്വാസ കപ്പൽ തകർന്ന് വീട്ടിനകത്ത് മാതൃകയില്ലാതെ, സമൂഹത്തിൽ മാതൃകയില്ലാതെ, ദൈവസഭയ്ക്കെന്ന് ഒരു കെണിയും തടങ്കലുമായി നടക്കുന്ന അഭക്ത, നിന്റെ ഗതി എന്താകും? നീതിമാൻ പ്രയാസേന ദൈവരാജ്യത്തിൽ കടക്കുന്നു എങ്കിൽ, ദൈവഭക്തന്മാർ പ്രയാസേന ദൈവരാജ്യത്തിൽ കടക്കുന്നെങ്കിൽ, ഇടുക്കുവാതിലൂടെ പ്രയാസങ്ങളിലൂടെ ദൈവരാജ്യം അവകാശമാക്കുന്നുവെങ്കിൽ, ഭക്തിവിരുദ്ധമായ ജീവിതം നയിക്കുന്ന അഭക്തരോടൊരു ചോദ്യം, നിന്റെ അഭക്തിക്ക് ഒരു പ്രതികാരം ചെയ്യാൻ എന്റെ നാഥൻ വരാൻ പോകുകയാ. അന്നാണ് നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? അടുത്ത പദം, പാപിയുടെ ഗതി എന്താകും? ആരാ പാപി? പാപി എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്, ലക്ഷ്യം തെറ്റുക. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം തുടങ്ങുന്നത് അതാണ്. ഏതേനിൽ സംഭവിച്ചത്, ദൈവത്തിൽ നിന്ന് മനുഷ്യനെ ലക്ഷ്യം തെറ്റിച്ച അവൻ പഴയ പാമ്പിന്റെ ശക്തി. ഇന്നു രാത്രി ഞാൻ പറയട്ടെ, ഒരു പുരുഷായുസ് മുഴുവൻ പാപം ചെയ്ത് വീട്ടുകാർക്ക് വേണ്ടാതെ, നാട്ടുകാർക്ക് വേണ്ടാതെ, തനിക്ക് പോലും വേണ്ടാതെ ജീവിച്ച രണ്ടുപേർ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നു. അവൻ ഞങ്ങളുടെ പ്രാണനാഥനായ ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന ദിവസം പീലാത്തോസ് ആജ്ഞ കൊടുത്തു. യഹൂദന്മാരുടെ പിന്തുണയോടെ യേശുക്രിസ്തുവിനെ കാണുന്നവരൊക്കെ ആമേൻ ഒരു പാപിക്ക് തുല്യം, ഒരു ദോഷം ചെയ്യുന്ന വ്യക്തിക്ക് തുല്യം ചിത്രീകരിക്കേണ്ടതിന് പാപത്തിൽ ജനിച്ച്, പാപത്തിൽ ജീവിച്ച്, പാപത്തിൽ ഓരോ ദിവസവും കഴിച്ചുകൂട്ടിയ രണ്ട് വ്യക്തികളെ ക്രിസ്തുവിന്റെ വലത്തുമിടത്തും ക്രൂശിക്കാൻ അദ്ദേഹം കൽപ്പന കൊടുത്തു. അങ്ങനെ പാപിയായ രണ്ട് മനുഷ്യരെ യേശുക്രിസ്തുവിന്റെ വലത്തുമിടത്തും ക്രൂശിച്ചു. ഗോൽഗോഥാ മലമുകളിലേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ മധ്യത്തിൽ ശിരസിൽ മുൾക്കിരീടം ധരിച്ചവനായി, ശരീരമാസകലം അടിച്ച് ചീന്തപ്പെട്ടവനായി, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപരൂപിയായി മാറിയ ക്രിസ്തു മൂന്നാലുമേൽ തൂങ്ങിക്കിടക്കുന്നു. ശരീരത്തിൽ രക്തം വാർന്നൊഴുകുന്നു. ഒരു കൂട്ടം ജനത ദൂരവേ നിന്ന് വാവിട്ട് മാറത്തടിച്ച് നിലവിളിക്കുന്നു. അവിടുത്തെ അരുമ ശിഷ്യന്മാരും ദൂരവേ അകലം വിട്ട് മാറുന്ന കാഴ്ച കാണുന്നു. ആമേൻ സകലരും മാറി നിന്ന് കരയുമ്പോൾ രണ്ടു വശത്ത് രണ്ട് പാപികളായ മനുഷ്യർ. ഹല്ലേലൂയ. ജനിച്ചത് മുഴുവൻ മുതൽ പാപത്തിൽ ജീവിച്ച്, പാപത്തിൽ ജനിച്ച്, പാപം ജീവിതത്തിന്റെ ഭാഗമായി മാറി രണ്ടുപേർ. അതിലൊരുത്തൻ പറഞ്ഞ വാക്കെങ്ങനെയാണ്, നീ വാസ്തവത്തിൽ രക്ഷകനെങ്കിൽ നിന്നെയും രക്ഷിച്ച് ഞങ്ങളെയും രക്ഷിക്ക്. മറ്റവൻ പറഞ്ഞു, എടാ നമ്മൾ രണ്ടുപേര് സമശിക്ഷ അവധിയിലായിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? ഈ മദ്യത്തിൽ കിടക്കുന്നവൻ അരുതാത്തതൊന്നും ചെയ്തവനല്ല. നമ്മൾ രണ്ടുപേരും ചെയ്ത പാപത്തിന്റെ ശിക്ഷയാണ് നമ്മൾ അനുഭവിക്കുന്നത്. നിനക്ക് ദൈവത്തെ ഭയമില്ലേ? യേശുവിലേക്ക് അവൻ കണ്ണുകൾ ഉയർത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, നസ്രനായ യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർക്കണേ. പാപത്തിൽ ജനിച്ച്, പാപത്തിൽ ജീവിച്ച്, പാപത്തിൽ ജനിച്ച്, പാപം പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച എന്നെ നീ ഓർക്കണമേ. ആ നിലവിളിയിൽ യേശു അവിടെ വെച്ച് തന്നെ മറുപടി കൊടുത്തു, ഇന്ന് നീ എന്നോടുകൂടെ പ്രതീക്ഷയിലിരിക്കും. ഇന്ന് രാത്രിയിൽ ജീവിതത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, പാപത്തിന്റെ പാപപാണ്ഡം പേറി ലോകത്തിൽ മനുഷ്യൻ നേർച്ചകളുടെയും കാഴ്ചകളുടെയും പിന്നിൽ അവരലയുമ്പോൾ സമൂഹ സദ്യ കൊടുക്കുന്നു, സമൂഹ ആരാധനയിൽ പങ്കെടുക്കുന്നു, സമൂഹ കാഴ്ചകൾ നടത്തുന്നു. ഇന്നും പാപത്തിൽ തന്നെ അവർ വീണ്ടും തുടരുമ്പോൾ പാപം ചെയ്യാത്ത, പാപമില്ലാത്ത, പാപമറിയാത്തവനെ നമ്മുടെ പാപത്തെ വഹിക്കുവാൻ, മാനവകുലത്തിന്റെ പാപത്തിന് ക്ഷമ വരുത്തുവാൻ ഗോൽഗോഥാ മലമുകളിൽ തകർക്കപ്പെടേണ്ടതിന് പിതാവാം ദൈവം അനുവദിച്ചു കൊടുത്തു എങ്കിൽ ഇന്ന് രാത്രി അവനിലൂടെ മാത്രമല്ലാതെ പാപക്ഷമയ്ക്ക് വേറൊരു വഴിയില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകി.
മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു എന്ന വചനപ്രകാരം അവൻ ഉയർത്തപ്പെട്ട ഗോൽഗൊത്താ മലമുകളിലെ 3 ക്രൂശുകളിൽ മധ്യത്തിൽ ഒരുവൻ കിടപ്പുണ്ട്. അവനിൽ പാപമില്ല. ആമേൻ. അവങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തിയ പാപിയായ മനുഷ്യൻ രക്ഷ പ്രാപിച്ചെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, അഭക്തിയുടെ ജീവിതം നയിക്കുന്ന അഭക്തനായ മനുഷ്യ, സുവിശേഷത്തെ തേച്ച് കളഞ്ഞ വ്യക്തിയെ, പാപത്തിൽ ലഭിക്കുന്ന മനുഷ്യ, പാപത്തിന്റെ പാണ്ഡം നിന്നിൽ ഇറക്കി വെച്ച് ആശ്വാസം പ്രാപിക്കണമെങ്കിൽ ഒറ്റ വഴി യേശുക്രിസ്തു മാത്രം. ഇന്ന് രാത്രി ഞങ്ങൾ ഈ ഉച്ചഭാഷയുടെ വിളിച്ചു പറയുന്നത്, ഈ രാത്രിയിലും ഈ കാലാവസ്ഥ പ്രതികൂലത്തിലും ഈ വചനം വിളിച്ചു പറയുന്നത് നിന്റെ രക്ഷയ്ക്കുള്ള സന്ദേശമാണ്. സുഹൃത്തെ, നിർബന്ധിക്കുന്നില്ല. ഞങ്ങൾ ആരും മതപരിവർത്തനത്തിന്റെ ആൾക്കാരല്ല. ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നാഗ്രഹിക്കുന്നു, നിന്റെ മനസ്സിനൊരു പരിവർത്തനം ഉണ്ടാകണം. നിന്റെ മനസ്സൊന്ന് മാറണം. പാപത്തിന്റെ സ്വഭാവം വിട്ട്, പാപത്തിന്റെ പങ്കുലത വിട്ട് മടങ്ങി വരാനെന്ന് രാത്രി ആഗ്രഹമുണ്ടോ? ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. ഇത് നമ്മിൽ തുടങ്ങിയാൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കും. 1-2 കാര്യങ്ങൾ കൂടി ഞാൻ ഓർമ്മിച്ചു കൊള്ളട്ടെ. എന്താണെന്നൊരു നീതിമാന്റെ പ്രത്യാശ? ഞങ്ങളുടെ പ്രത്യാശ, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു വേഗം വരും. ഹല്ലേലൂയ. കാലം ഇനി അധികമില്ല. എന്റെ നാഥൻ പറഞ്ഞതുപോലെ മടങ്ങി വരും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ മടങ്ങി വരുമെന്ന് പറഞ്ഞ നാഥൻ എത്രയും വേഗം മടങ്ങി വരാൻ പോകുകയാണ്. പറഞ്ഞതുപോലെ ഒലിവുമലയിൽ നിന്ന് അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു. അതേ ഒലിവുമലയിൽ അവിടുത്തെ പാദം വയ്ക്കും. ഒലിവുമല 2ആയി വിഭജിക്കപ്പെടും. വലിയൊരു താഴ്വരയുടെ ഉളവായി വരും. എന്റെ നാഥൻ അന്നാളിൽ 1000 ആണ്ട് ഈ ഭൂതലത്തെ വാഴും. 1000 വർഷം ഈ ഭൂതലത്തെ ആമേൻ ഭരണം നടത്തും. ആ നാളിന്റെ പ്രത്യേകത അതീവ ശ്രേഷ്ഠമാണ്. കുലപാതകമില്ലാത്ത, കള്ളത്തരങ്ങളില്ലാത്ത, കാപട്യങ്ങളില്ലാത്ത, വഞ്ചനകളില്ലാത്ത, മാരക രോഗങ്ങളില്ലാത്ത, അടിപിടികളില്ലാത്ത, കോടതിയില്ലാത്ത, പോലീസ് സ്റ്റേഷനില്ലാത്ത, വക്കീലുമാരോ വാദഗതികളോ ഇല്ലാത്ത ഒരു നിത്യമായ രാജ്യം 1000 ആണ്ട് നാഥൻ ഇവിടെ ഭരിക്കാൻ വരികയാണ്. എന്തിന് നാഥൻ ഇവിടെ 1000 ആണ്ട് ഭരിക്കുന്നു? 2 കാര്യങ്ങളുടെ നിവർത്തി. ഒന്ന്, യഹൂദന്റെ പ്രത്യാശ, ഒരു രാജ്യം മശിക സ്ഥാപിക്കുമെന്ന് പ്രത്യാശ സ്ഥാപിക്കാൻ. 2, യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയം കൊണ്ട് അംഗീകരിച്ച് വായു കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷ കരസ്ഥമാക്കിയ തന്റെ ജനത്തെ ഇവിടെ നാട്ടിപ്പായ്ച്ചവരുടെ ഇടയിൽ, ഓടിച്ചു കളഞ്ഞവരുടെ ഇടയിൽ തന്റെ രാജാവ് നീതിയോടെ ഭരിക്കുന്നത് കാണിക്കാൻ എന്റെ കർത്താവ് രാജാതിരാജാവായി എത്രയും വേഗം വരാൻ പോകുകയാണ്. ഈ ഭൂമി 1000 ആണ്ട് ഇവിടെ വാഴും. ഹല്ലേലൂയ. സകല രാഷ്ട്രങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് വാഴും. ഞാൻ പറയാം, അവൻ അതിനു മുമ്പ് ഒരു സംഭവം ഇവിടെ നടക്കും. ക്രിസ്തുവിൽ പ്രിയം വച്ച തന്റെ ഭക്തന്മാർ ഇവിടെ നിന്ന് എടുക്കപ്പെടും. 1 തെസ്സലോനിക്ക ലേഖനം 4-ാമത്തെ അധ്യായം 16-ാം വാക്യം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ ഞങ്ങൾ എടുക്കപ്പെടും. ഞങ്ങളുടെ പ്രത്യാശ ഇതാണ്. ഈ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഈ 4 ദിവസം ഇവിടെ സുവിശേഷ പ്രസംഗം നടത്തിയത്. ഇന്ന് രാത്രി ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? ആകയാൽ ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. ഇന്ന് രാത്രി ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുവാൻ, ക്രിസ്തുവിനായി തങ്ങളുടെ ജീവിതത്തെ കൊടുക്കുവാൻ എത്ര പേർ തയ്യാറാകും? എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. ദൈവമുഖത്തേക്ക് വിശ്വാസത്താൽ ഇന്ന് രാത്രി കണ്ണുകളെ ഉയർത്താൻ നമ്മുടെ പ്രത്യാശയായ കർത്താവിലേക്ക് സകല കണ്ണുകളെ ഇന്ന് രാത്രി ഉയർത്തിക്ക്. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വാത്സല്യ സുഹൃത്തെ, നിങ്ങളോടായി പറയുന്നു, എന്റെ യേശു വരാറായി. മറ്റൊരുത്തലിലും രക്ഷയില്ല, മറ്റൊരുത്തലിലും മോക്ഷമില്ല യേശുക്രിസ്തുവിൽ അല്ലാതെ. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനുമാകുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഏക വഴി യേശുക്രിസ്തു. ക്രിസ്തേശുവിലൂടെ അല്ലാതെ മോക്ഷപ്രാപ്തിക്ക് വേറെ വഴിയില്ല. ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരത്തിലെത്താൻ ഒരേ ഒരു വഴി യേശുക്രിസ്തു മാത്രം. ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച വാത്സല്യ സഹോദരങ്ങളെ, ക്രിസ്തുവിനായി ജീവനെ കൊടുത്ത കർത്താവൻ ദൈവ പൈതലേ,
ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുവോ? യേശു ക്രിസ്തു വാസ്തവമായി നിങ്ങളുടെ ഹൃദയങ്ങൾ വാസം ചെയ്യുന്നുണ്ടോ? ക്രിസ്തുവിന്റെ വാസസ്ഥലമാണോ നമ്മുടെ ഹൃദയം? ഇന്ന് രാത്രി ഞാൻ പറയാം, പലപ്പോഴും നമ്മൾ ഉച്ചരിക്കുന്ന ഒരു പദമുണ്ട്, ഒഴിഞ്ഞവളായി ഞാൻ വന്നു, ഒഴിഞ്ഞവനായി വന്നു. നിറച്ചയക്കണേ. എന്നാ നീ ഒഴിഞ്ഞത്? യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച അന്നു മുതൽ യേശു നിന്റെ ഉള്ളിലില്ലേ? പിന്നെ എന്തുകൊണ്ട് നീ ഒഴിഞ്ഞവനായി? യേശു ക്രിസ്തുവിലെ ആത്മാവ് നിന്റെ ഉള്ളിലില്ലേ? പിന്നെ എന്തുകൊണ്ട് നീ ഒഴിഞ്ഞവനായി? യേശു ക്രിസ്തു നൽകിയ വചനം നിന്റെ അകത്തില്ലേ? പിന്നെ എന്തുകൊണ്ട് നീ ഒഴിഞ്ഞവനായി? ഒഴിഞ്ഞ വീട്ടിന്റെ പ്രത്യേകത എന്ത്? അടിച്ചുവാരി ഒഴിച്ചിട്ടിരിക്കുന്ന വീട്ടിൽ സാത്താൻ തന്നേക്കാൾ ദുഷ്ടതയേറെ 7 പേരെ കൊണ്ടുവന്ന് വാസം ചെയ്തുവെന്ന് തിരുവെഴുത്ത് പറയുന്നേ. ഇന്ന് രാത്രി യേശു നഷ്ടപ്പെട്ട ഹൃദയവുമായിട്ടാണ് പള്ളിയിൽ കയറി ആരാധനയ്ക്ക് പങ്കെടുക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടിട്ട് എവിടുന്ന് പോകാവൂ? ഒരു നിമിഷം അവരുടെ സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാമോ? ക്രിസ്തുവിനെ കൈക്കൊള്ളാത്തവരോടും ക്രിസ്തുവിനെ കൈക്കൊണ്ടിട്ട് വിശ്വാസത്തിൽ ആമേൻ ആ അന്യത വന്നവരോടും ക്രിസ്തുവിന്റെ കൃപയിൽ നിന്ന് അകന്നവരോടും വിശ്വാസത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയവരോടും വിശ്വാസപാതകം സംഭവിച്ചവരോടും ക്രിസ്തുവിൽ നിന്നകന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവ് നഷ്ടപ്പെട്ട് ഒരു അനാത്മീകനെ പോലെ കഴിയുന്നവരോടും ഇന്ന് രാത്രി ഒന്നുപോലെ വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി ഒരു തിരിച്ചുവരവുണ്ടാകട്ടെ. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കാൻ സമയമായി. അത് നമ്മുടെ വീട്ടിൽ തുടങ്ങിയാൽ. കുഞ്ഞെ, നീ രക്ഷിക്കപ്പെട്ട വീട്ടിലാ, നിന്റെ അപ്പനും അമ്മയൊക്കെ ആത്മീകരാ. പക്ഷെ നീ ഇന്ന് വരെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചോ? ക്രിസ്തുവിനായി നിന്റെ ഹൃദയം നീ കൊടുത്തോ? പാരമ്പര്യം നിനക്ക് പറയാനുണ്ട്. ആമേൻ. പഴയ പാരമ്പര്യങ്ങളല്ല നിന്റെ രക്ഷ. നീ വ്യക്തമായി ക്രിസ്തുവിന്റെ പൈതലാണോ? നിന്റെ വിശ്വാസ കപ്പൽ തകർന്നുപോയോ? ഇന്ന് രാത്രി ഒരു തിരിച്ചുവരവുണ്ടാകട്ടെ. പ്രിയ സഹോദര, പലരുടെയും പ്രവൃത്തി കണ്ടും കേട്ടും, പലരുടെയും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും നീതിയുള്ള മനസ്സും നൊന്ത് അവരെ പോലെ ആയ ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇന്ന് രാത്രി ഒരു മടങ്ങി വരവ് നിങ്ങൾക്കുണ്ടാകണം. അവരെ പോലെ ജീവിപ്പാൻ നിങ്ങൾ ഇറങ്ങിയവരല്ല. പാസ്റ്റർ പോലെ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിയവരല്ല. നിന്റെ സഹവിശ്വാസിയെ നോക്കി ജീവിക്കാൻ ഇറങ്ങിയവരല്ല. സഹ ശുശ്രൂഷകന്മാർ എങ്ങനെ ജീവിക്കുന്നു അത് നോക്കി ജീവിക്കാൻ ഇറങ്ങിയവരല്ല. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതം മാറണം. അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടാകണം. ന്യായാധിപതി വാതിൽക്കല. ന്യായവിധി ദൈവവർഗത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകും? നീതിമാൻ പ്രയാസനെ രക്ഷപ്പെടുന്നു എങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? ഇന്ന് രാത്രി വിശ്വാസത്തോടെ കർത്താവിനായി ഹൃദയത്തെ കൊടുക്ക്. നഷ്ടപ്പെട്ടു പോയ കൃപകളെ ദൈവത്തോട് ചോദിച്ചു തുടങ്ങ്. വായികളെ തുറന്നു സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? നഷ്ടപ്പെട്ട ദർശനം എനിക്ക് തിരികെ തരണമേ. നഷ്ടപ്പെട്ടു പോയ വിശ്വാസം എനിക്ക് തിരികെ തരണമേ. നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതം എനിക്ക് തിരിച്ചു തരണമേ. നഷ്ടപ്പെട്ടു പോയ വചന ധ്യാനം എനിക്ക് മടക്കി തരണമേ. നഷ്ടപ്പെട്ടു പോയ ആരാധന എനിക്ക് മടക്കി തരണമേ. നഷ്ടപ്പെട്ടു പോയ ദൈവസ്നേഹം എനിക്ക് തിരികെ തരണമേ. എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി ഇന്ന് രാത്രി രൂപാന്തരപ്പെടുത്തണമേ. ഈ കൺവെൻഷൻ ചില പാപികളുടെ മനംതിരിവിനൊത്തവണ്ണം അവൻ ദൈവകൃപ വിട്ട് പിന്മാറിപ്പോയ, ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ട് അകന്നുപോയ ചിലരുടെ മനസ്താപത്തിന്റെയും അനുതാപത്തിന്റെയും മടങ്ങി വരവിന്റെയും ദിവസങ്ങളാ. ദൈവകരങ്ങളിലേക്ക് എത്ര പേർ ഇന്ന് രാത്രി സമർപ്പിക്കും? പ്രിയ സഹോദരങ്ങളോട് ഒരുമിച്ച് ഒരു ഗാനം പാടി ദൈവത്തെ സ്തുതിക്കുമ്പോ ഇന്ന് കേട്ട വചനം എന്നെ കുറിച്ചാണെന്ന് ബോധമുണ്ടെങ്കിൽ തങ്ങളെ തന്നെ ദൈവകരങ്ങൾ രാത്രി ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറ, ഒഴിഞ്ഞവളാന്ന് പറഞ്ഞ വ്യക്തിയാ ഞാൻ. ഒഴിഞ്ഞവനെന്ന് പറഞ്ഞ വ്യക്തിയെ എപ്പോഴാണ് ഞാൻ ഒഴിഞ്ഞനെന്ന് പറഞ്ഞത്? ക്രിസ്തു എന്റെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ, പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടപ്പോൾ, വചനം എന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടപ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഇന്ന് ഞാൻ ഒഴിഞ്ഞവനല്ല. എന്നെ അങ്ങ് നിറയ്ക്കണമേ. യേശുവിന്റെ ഉള്ളിൽ വരണമേ. പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിൽ തരണമേ. വചനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഒരു പുത്തൻ നിറവോടെ എന്നെ യാത്രയാക്കണമേ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ?